വരൂ പിടിക്കൂ കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം. തരൂ മനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാം. വരൂ പിടിക്കൂ കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം. തരൂ മനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാം. അറിവിൻ മുത്തുകൾ വിസ്മയ കാഴ്ചകളാകും ഗാലറിയിൽ. അറിയാൻ ദാഹിക്കുന്നവർക്കെല്ലാം തെളിനീരുറവകളായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, വളരെ ആശയസമ്പൂർണമായ ഒരു സംസാരം ഇവിടെ നടന്നു കഴിഞ്ഞു. അതിലേക്കുള്ള ചില ചേർത്തുവെക്കലുകളാണ് എൻ്റെ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഭംഗിയായി അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏകദേശം 4 ദിവസമാണ് നമ്മുടെ ക്യാമ്പ് നടന്നത്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ഏരിയ വളരെ ചെറിയ ലെവലിൽ നിന്നുകൊണ്ട് കൊടുക്കേണ്ടതിൻ്റെ ഒരു 4% 3% ഒക്കെ കൊടുത്തു എന്നേ വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച കാര്യങ്ങളുടെ ഒരു 3% 4% മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുട്ടികൾ വളരെ അറ്റൻറ്റീവായിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഫേസ് ചെയ്തത് അവരുടെ പ്രശ്നങ്ങളെ ആയിരുന്നു എന്നതുകൊണ്ടാണ് അത് ഫലപ്രദമായത്. നമ്മുടെ കഴിവിനേക്കാളും നമ്മുടെ മികവിനേക്കാളും കുട്ടികളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണമാണ് അൽഹംദുലില്ലാ ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആദ്യം ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്, നാളെ പ്രവർത്തക സംഗമവും ഉണ്ട്. പ്രവർത്തക സംഗമത്തിലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത് അടുത്ത ഒരു ഫേസിൽ റെസിഡൻഷ്യൽ ക്യാമ്പായിട്ടാണ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ക്യാമ്പ് നടക്കേണ്ടത്. കഴിഞ്ഞ 10-40 വർഷമായി കേരളത്തിൽ ഭംഗിയായി പല ലെവലിലുള്ള കുട്ടികളെ 10, 15, 20 ദിവസം ഭംഗിയായി നമ്മൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത്തരം ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഇവിടെ എണീറ്റ് നിൽക്കാൻ എനിക്കുള്ള ജസ്റ്റിഫിക്കേഷൻ. കാരണം എന്നെക്കാളും ഏജ്ഡായ, എന്നെക്കാളും എണ്ണത്തിൽ മക്കളുള്ള, എക്സ്പീരിയൻസ് ഉള്ള ആളുകളെടുത്ത് എങ്ങനെ കുട്ടികളെ വളർത്തണം എന്ന് ഞാൻ എണീറ്റ് നിന്ന് പറയാൻ എനിക്കൊരു ജസ്റ്റിഫിക്കേഷൻ വേണം. എന്ത് വിഷയം അവതരിപ്പിക്കുമ്പോഴും അങ്ങനെ നമ്മൾ ആലോചിക്കാറുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കുള്ള ജസ്റ്റിഫിക്കേഷൻ, വിദ്യാർത്ഥികൾക്കിടയിൽ കഴിഞ്ഞൊരു 15 കൊല്ലം തുടർച്ചയായി അവരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനും അതുമായി ഇടപെട്ട് ജീവിക്കാനും സാധിച്ചു എന്നുള്ളത് മാത്രമാണ്. 2, 3, 4 ക്ലാസ്സിലുള്ള കുട്ടികൾ മുതൽക്ക് 3, 4, 5 ദിവസം നമ്മൾ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് സൗദി അറേബ്യ, അതിൻ്റെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ വിഷയങ്ങൾ എന്നൊക്കെയാണ്. നമ്മളൊന്ന് ശരിക്കും പ്രാർത്ഥിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അതിനുള്ള വഴികൾ തെളിഞ്ഞു വരും. ഇപ്പോൾ കുവൈത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ മരുഭൂമിയിലൊരു ടെൻറ്റിൽ, വഫ്ര എന്ന് പറയുന്ന ഒരു ടെൻറ്റിൽ 6 ദിവസത്തെ ക്യാമ്പ്, ഇതേപോലത്തെ ഒരു വിസിറ്റിൽ നമ്മൾ അവിടുത്തെ ഭാരവാഹികളുമായി ഒന്നിച്ചിരിക്കുകയും തീരുമാനമാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2-3 വർഷമായി അൽഹംദുലില്ലാ ഭംഗിയായി നടന്നു വരുന്നു. കുട്ടികൾ ആ ക്യാമ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ക്യാമ്പ് കഴിഞ്ഞൊരു 3-4 മാസം മാത്രമേ അതിൻ്റെ ഒരു ചാർജിങ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നോർമൽ ലെവലിലേക്ക് കുട്ടികൾ പോകും. അപ്പോൾ അവരെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വഴി. ഏതാണെങ്കിലും ഞാൻ പറയാൻ വിചാരിച്ച ഫ്രെയിം നമുക്കുള്ളൊരു ടൈമിൻ്റെ ലിമിറ്റേഷൻ വെച്ച് കട്ട് ഷോട്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ മക്കളെ സംബന്ധിച്ച് അള്ളാഹു, നമ്മുടെ മക്കൾ നമുക്ക് സീനത്താണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മക്കൾ നമുക്ക് നിഅമത്താണ് എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ മക്കൾ നമുക്ക് ഫിത്നയാണെന്നും നമ്മുടെ മക്കൾ നമുക്ക്
ഖസാറത്ത്, നഷ്ടമാണ് വരുത്തി വെക്കുകയെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളും ഭാര്യയും സമ്പത്തും ഒക്കെ നമുക്ക് ശത്രുവാണ് എന്നും എല്ലാം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ കുറേ കുട്ടികൾ നല്ല കുട്ടികളായി സമൂഹത്തിൻ്റെ മുന്നിൽ അവരുടെ പാരൻസിനും അതിലുപരി അവരുടെ റബ്ബിനും ഒക്കെ തൃപ്തിപ്പെട്ട രീതിയിൽ വരുന്നു. കുറേ ആളുകൾ റൂട്ട് തെറ്റിപ്പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഖുർആനിന്റെ പ്രവചനമാണ്. അൽമാലു വൽ ബനൂന് സീനത്തുൽ ഹയാത്തി ദുനിയ. എല്ലാ മാസവും 1-ാം തീയതി വാങ്ങുന്ന റിയാലും നമുക്ക് അള്ളാഹു അരുകി നൽകിയ നമ്മുടെ മക്കളും അത് നമുക്കുള്ള സീനത്താണ്, അലങ്കാരമാണ്. നമുക്ക് ആനന്ദിക്കാനും മനസ്സിൽ സൂക്ഷിക്കാനും ഒക്കെ ഉള്ള എന്നെന്നും നമ്മുടെ ഹൃദയത്തിൽ വെക്കാനൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ചിലതൊന്നും ഒരിക്കലും നമ്മൾ മറക്കില്ല. ഇവിടെ ഇരിക്കണേ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നാട്ടിൽ നിന്ന് വരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ മോൻ എൻ്റെ അടുത്ത് ഒരു 20 പൈസ തന്ന്. ആ 20 പൈസ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഉപ്പ വരുമ്പോൾ ഇതുകൊണ്ട് എനിക്കൊരു കാറ് വാങ്ങി വരണം എന്നാണ് അവൻ പറഞ്ഞത്. എന്നാൽ നമ്മൾക്ക് അലങ്കാരമാണത്, അതിങ്ങനെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും എപ്പോഴും. ആ നിലക്ക് നമുക്ക് ആനന്ദം തരുന്ന കാഴ്ചകൾ അവരിൽ നിന്നുണ്ടാകാം. അതേപോലെ നമുക്കിത് നിഅമത്താണ്. പള്ളിക്കാട് മൊത്തം കാട് പിടിച്ച് കിടക്കുമ്പോഴും ഒരു ചെറിയ ഇടവഴി ഉണ്ടാകും. നമ്മൾ പ്രഗ്നൻസിയുടെയും മുമ്പ് മുതൽ ആരംഭിക്കേണ്ട, ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോകണേയല്ല, പ്രഗ്നൻസിയുടെയും മുമ്പ് മുതൽ ആരംഭിക്കേണ്ട കുറേ സ്റ്റെപ്പുകളുണ്ട്. വിവാഹം കഴിക്കാൻ തീരുമാനിക്കണതിൻ്റെ മുമ്പ് ആരംഭിക്കേണ്ട ചില സ്റ്റെപ്പുകളുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്താൽ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന വഴിൻ്റെ അവിടുന്ന് ക്രോസ് ചെയ്തിട്ടൊരു വഴി ഉണ്ടാവും. അത് നമ്മളെ മീസാൻ കല്ലിൻ്റെ തലക്കലാണ് അവസാനിക്കുക. അപ്പോൾ വലതുൻ സ്വാലിഹുൻ യദൂലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മോന്, അത് മക്കൾ നമുക്ക് നിഅമത്താകുന്ന ഒരു രംഗാണ്. അതേപോലെ മക്കൾ ഫിത്നയാണ്. ഇന്നമാ അംവാലുക്കും വൗലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നാശമാണ്, ദോഷമാണ്. അതേപോലെ സമ്പത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അതേപോലെ നിങ്ങൾക്ക് അവരെ ഖസാറത്ത്, നഷ്ടമാണ് കൊണ്ടുവന്നേരെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആയത്തിന്റെ അർത്ഥം ഞാൻ പറയണ്ട. അവർ നിങ്ങൾക്ക് ഭാര്യയും മക്കളും സമ്പത്തൊക്കെ, അല്ലെങ്കിൽ ഭർത്താവും മക്കളും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് ഖസാറത്തിനെയാണ്, നഷ്ടത്തെയാണ് കൊണ്ടുവരിക. ഇതേപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വൗലാദിക്കും അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ, നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഈ ഒരു റിയാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുക. എൻ്റെ കയ്യിലൊരു കത്തിയുണ്ട്, ആ കത്തി കൊണ്ട് എനിക്കൊരാളെ കുത്തി മലർത്താം. അതേ കത്തി കൊണ്ട് എനിക്ക് റോട്ടിലേക്ക് വീണ കൊമ്പ് വെട്ടി ഒഴിവാക്കി ഒരാളെ രക്ഷിക്കാം, പാഞ്ഞു വരുന്ന ആംബുലൻസിന് വഴിയൊരുക്കാം. അതൊരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരലാണ്. ധൃതി പിടിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരാൾക്ക് ഫ്ലൈറ്റ് മിസ്സാകാതെ, അയാളുടെ വിസ നഷ്ടപ്പെടാതെ അയാളെ രക്ഷപ്പെടുത്താൻ ഒരു കത്തി മതി, റോട്ടിലേക്ക് വീണ ഒരു കൊമ്പ്. അപ്പോൾ ഒറ്റവാചകത്തിൽ എപ്പോഴും ഇങ്ങനത്തെ വിഷയം അവതരിപ്പിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു കുട്ടിനെ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കുട്ടിനെ കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടെയുള്ള എത്രയോ ആളുകൾ നമ്മുടെ ഈ സദസ്സിൽ തന്നെ ഉണ്ട്. അള്ളാഹു അവരുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, എല്ലാവരും ആത്മാർത്ഥമായി. നമ്മളൊക്കെ ഒരു കൂട്ടായ്മയിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നമുക്കറിയുന്ന നമ്മുടെ സഹപ്രവർത്തകരുടെ ആ ദുഃഖം നമ്മുടെ ഒരു ദുഃഖമായി മാറി അത് അള്ളാഹുവിനോട് എടുത്തു പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ സ്വപ്നങ്ങളിൽ ഒരു ജീവന്റെ തുടിപ്പ് പ്രത്യക്ഷപ്പെടും. സുഹൃത്തുക്കളെ, എന്താണ് നിരാശപ്പെടാനുള്ളത്? 80 വയസ്സായ ഹാജറ ബീവിയുടെ ഉദരത്തിൽ ഒരു ജീവന്റെ തുടിപ്പ് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ മെഡിക്കൽ സയൻസിന്റെ വരികൾക്കും വാചകങ്ങൾക്കും അപ്പുറത്തൊരു യാഥാർത്ഥ്യത്തെ ഒരിക്കലും നമ്മൾ, പ്രാർത്ഥന എന്ന മഹാസത്യത്തെ നമ്മൾ ഒരിക്കലും തിരസ്കരിച്ചുകൂടാ. അപ്പം ഇവിടെ എന്താ വേണ്ടെന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കുല്ലുക്കും റാഇൻ മസ്ഊലുൻ അൻ റഇയതിഹി. ഈ തത്വം നമ്മൾ ഉൾക്കൊണ്ട നമ്മുടെ കുട്ടികൾ നമുക്ക് നിഅമത്തായിരിക്കും, നമ്മുടെ കുട്ടികൾ നമുക്ക് സീനത്തായിരിക്കും, നമ്മുടെ കുട്ടികൾ നമുക്ക് ബർക്കത്തായിരിക്കും. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഞാൻ 9 കാര്യങ്ങൾ എടുക്കുകയാണ്. 9 കാര്യങ്ങൾ പൂർത്തിയാകുമെന്ന് എനിക്ക് തോന്നണില്ല. എന്താണെങ്കിലും ഓടിച്ച് ഞാൻ പറയാം. നമുക്ക് കമ്പാരിറ്റീവ്ലി അറിയണ പോയിന്റ്സ് ഞാൻ ഏറ്റവും ചുരുക്കി പറയാം. എന്താണ് നമ്മളെ മസ്ഊലിയത്ത് മക്കളോട് എങ്ങനെ നിർവഹിക്കണം? എനിക്ക് തോന്നിയ 9 കാര്യങ്ങളാണ് ഞാൻ പറയേണ്ടത്. ഒന്ന്, ആത്മാർത്ഥമായ ദുആയാണ്. അതായത് മുഅ്മിനിന് ഉണ്ടാകേണ്ട ഒരു ലൈന് അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രാർത്ഥനയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. ഇത് നമ്മളൊരു പോളിസിയാകണം. എൻ്റെ കാര്യം എന്നെ ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും ഏൽപ്പിക്കല്ല പഠിച്ചോനെ എന്നൊരു ചിന്ത യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകണം.
നമുക്കില്ലാത്തൊരു വിഷയം അതാണ്. ഞാൻ അവിടെ പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ഞാൻ അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ദീനിയായ സംഗതികളാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? നാട്ടിൽ ഖുറാൻ ക്ലാസ്സും പഠന സദസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അതിലേക്ക് എത്തിപ്പെടാത്ത എന്താ? സമയം കിട്ടണ്ടേന്നാണ്. എന്നാൽ പടച്ചോനെ ഏൽപ്പിച്ചിട്ട്, പടച്ചോനെ അവിടെ നല്ലൊരു ദീനിയായ ദർസാണ് നടക്കണേ, ഞാൻ അവിടെ പോയിരിക്കാണ്, എൻ്റെ കച്ചവടത്തിനൊന്നും പറ്റൊന്നുമില്ല, നീ പറഞ്ഞതനുസരിച്ചിട്ടേ ഞാൻ പോകണുള്ളൂ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഫലാ തെക്കിൽനി ഇലാ നഫ്സി തൊറഫത്ത ഐൻ, എൻ്റെ കാര്യം ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലെ എന്നെ ഏൽപ്പിക്കല്ലേ എന്നുള്ള പോളിസി ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് പ്രാർത്ഥന അറിയാതെ ഉണ്ടായി വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മക്കൾ കിട്ടിയിട്ട് എത്ര കാലമായി? മൊത്തം മക്കൾക്ക് വേണ്ടി നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, എത്ര സമയം ചെലവാക്കിയിട്ടുണ്ടാവും? കല്യാണം വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു അഡിക്ഷന് വിധേയമാകുമ്പോൾ, അതല്ലെങ്കിൽ അവൻ്റെ ഒരു റിസൾട്ട് വരാനാകുമ്പോൾ നടത്തുന്ന പ്രാർത്ഥനയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്തും ബർക്കത്തും ഇതൊക്കെ അഭൗതികമായ കാര്യമാണ്, പടച്ചോന് മാത്രം ചെയ്തു തരാൻ പറ്റിയ കാര്യമാണ്. കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമക്ക് വഹീന്റെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും സ്വന്തം മോനെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ആ യാഥാർത്ഥ്യം നമ്മൾ മറക്കാൻ പാടില്ല. കപ്പലിൽ നിന്ന് മകനെ വിളിക്കാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം, വാപ്പ പോയിക്കോ, ഞാൻ വല്ല പർവ്വത ശിഖരങ്ങളിലും അഭയം തേടിക്കൊള്ളാന്ന് പറയുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമ സങ്കടത്തോടു കൂടെ അള്ളാന്റെ അടുത്തേക്ക് കൈ ഉയർത്തുകയാണ്. എൻ്റെ മോനല്ലേ, എനിക്ക് നീ തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അവൻ നിന്റെ മോനല്ല, അമലുൻ ഗൈറു സാലിഹ്, അവൻ ചില മ്ലേച്ഛ വൃത്തികളുടെ ഉപോൽപ്പന്നമാണെന്നാണ്. അതുകൊണ്ട് എൻ്റെ മോനെ പറ്റി നമ്മൾ അങ്ങനെ ഒരു കോൺഫിഡൻസൊക്കെ ഒന്നും പോണ്ട, നമ്മൾ അങ്ങനത്തെ ഒരു കോൺഫിഡൻസൊക്കെ പോകേ വേണ്ട. കാരണം ഇത് അള്ളാന്റെ കൈകൊണ്ട് മാത്രം നടക്കേണ്ടതാണ്, നമ്മളെ കൈകൊണ്ട് നടക്കേണ്ടതല്ല. നമ്മളായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായി ചെയ്യണം. അതിൽ ഒന്നാണെന്ത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾ അമ്പിയാക്കളെ പ്രാർത്ഥനയൊക്കെ എടുത്തു നോക്ക്, ഞാൻ വിശദീകരിച്ച് പറയണ്ട. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ എന്നാണ്. പഠിച്ചവൻ എനിക്ക് സാലിഹായ മക്കളെ കൊണ്ടാന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. സ്വാലിഹായ മക്കളുടെ കാര്യത്തിൽ, മക്കളുടെ സ്വലാഹത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അമ്പിയാക്കൾ പോലും ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയണത്. വജനുബിനി വ ബനിയ അൻ അഅ്ബുദൽ അസ്നാം, എൻ്റെ മോനൊരു ബിംബാരാധകനാകുന്നതിൽ നിന്ന്, ഇസ്മായിലും ഇസ്ഹാക്കും ഒരു ബിംബാരാധകനാകുന്നതിൽ നിന്ന്, അവരുടെ മുതുകിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന അടുത്ത തലമുറ ബിംബാരാധകരാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ? സക്കരിയ നബി ഫഹബ്ലി മിൻ ലദുൻക വലിയൻ യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയ. അവിടെ സക്കരിയ നബി അലൈഹി സ്വലാമി നടത്തിയ പ്രാർത്ഥന അതാണ്. അപ്പോൾ അമ്പിയാക്കളൊക്കെ ഇങ്ങനെയാണ് നടത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യൻ്റെ അടുത്തേക്ക് ഇന്റർകോഴ്സസിന് ചെല്ലുമ്പോൾ, ഇന്റർകോഴ്സസ് എന്ന് പറയുന്നത് ബോധപൂർവം മാത്രം നടക്കേണ്ട ഒരു കാര്യമാണ്, ബോധപൂർവം നടക്കേണ്ട കാര്യമാണ്. സ്വന്തം ഭാര്യയുമായുള്ള ശാരീരിക ബന്ധം. ഇതിൽ നിന്നൊരു അഹ്മദ് ബിൻ ഹംബൽ ജനിക്കണം, ഇതിൽ നിന്നൊരു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ജനിക്കണം, ഇതിൽ നിന്നൊരു സലാഹുദ്ദീൻ അയ്യൂബി ജനിക്കണം, ഇതിൽ നിന്ന് ഉമ്മത്തിനെ നയിക്കുന്ന ഒരു മഹാമനുഷ്യൻ ജനിക്കണം എന്ന നിയ്യത്തോടെ, പ്രാർത്ഥനയോടെ ആണ് അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കറിയാം. ബിസ്മിക്കല്ലാഹുമ്മ ബിസ്മിക്കല്ലാഹുമ്മ ജന്നിബിനി ശൈത്താന, ബിസ്മിക്കല്ലാഹുമ്മ ജന്നിബിനി ശൈത്താന ജന്നിബി ശൈത്താന മാ റസഖതന എന്ന ദുആ നമ്മൾ ഓരോരുത്തരും ഈ രംഗത്ത് നിർവഹിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഹദീസിലുണ്ടല്ലോ 3 ദുആകൾ തിരസ്കരിക്കപ്പെടില്ല എന്നാണ്. അതിലൊന്ന് വാപ്പ മോന് വേണ്ടി ഉമ്മ മോന് വേണ്ടി നടത്തുന്ന ദുആയാണ്, വാപ്പ മോനെതിരിൽ ഉമ്മ മോനെതിരിൽ നടത്തുന്ന ദുആയാണ്. എതിരിൽ എങ്ങനെയാ ദുആ ഉണ്ടാകുക? ഇത് നന്നാവില്ല എന്നാണ് പറയണേ. നമ്മൾ നിന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല, അത് ദുആയായി മാറി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും ലാ തുവാഫിഖു മിനല്ലാഹി സാഅതൻ യുസ്അലു ഫീഹാ, നിങ്ങളൊരു സമയത്ത് യോജിച്ചു വരരുത്, ആ സമയം ചിലപ്പോൾ പഠിച്ചവനാണ് തന്നാളും. അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഒന്നാമത്തെ പോയിന്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത് അതാണ്. നമ്മളുടെ പ്രാർത്ഥന ഒന്നും കൂടി നമ്മൾ സജീവമായി മക്കളുടെ കാര്യത്തിൽ നടത്തണം. ചെറിയ കുട്ടികളുടെ കാര്യത്തിലും നമ്മൾ ചിലപ്പോഴൊക്കെ വഴി തെറ്റിപ്പോയി നമ്മൾ നിരാശരായി മക്കളോട് മിണ്ടാട്ടം വരെ നിർത്തിയിട്ടുണ്ടാവും. അതൊന്നല്ല എൻ്റെ പരിഹാരം, അതൊന്നല്ല. ഒരു പ്രശ്നം ഉണ്ടായ ആ പ്രശ്നം നമ്മൾ നിലനിർത്തലല്ലോ, ആണോ? നമ്മളെ വണ്ടി റോട്ടിൽ കേടുന്ന് കിടക്കുകയാണ്, വണ്ടി കേടുന്നു, പഞ്ചറായി എന്നുള്ളവർക്ക് അവിടെ ഇടലല്ലോ, ടയറ് മാറ്റും, അതിൻ്റെ പരിഹാരം തേടും എന്ന് പറയണത് പോലെ പ്രതീക്ഷാപൂർവം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഒരിക്കലും നിരാശപ്പെടാതെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മളെ മക്കളെ പറ്റി നമുക്ക് പല അഭിപ്രായമുണ്ട്, അത് മലയാളത്തിൽ പടച്ചവനോട് പറയാം. മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ നാശം എന്താ? മുസ്ലിം സമുദായത്തിന്റെ നാശം അള്ളാഹ് നിശ്ചയിക്കാത്ത ചില സ്ഥലത്ത് കൂട്ടപ്രാർത്ഥന നടത്തും അല്ലേ? സ്റ്റോപ്പിൽ ആമീൻ പറയുന്നിടത്ത് മാത്രമേ അവർ ഉണ്ടാകുള്ളൂ. സ്വന്തം കാര്യം എന്തെങ്കിലും ആരെങ്കിലും ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്യുന്നിടത്തൊക്കെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞു കൊടുക്കും. അതല്ലാതെ സ്വന്തം കാര്യം നമ്മുടെ പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പടച്ചോനോട്, പടച്ചോനെ എന്നെ നിനക്കറിയാം,
എൻ്റെ ദൗർബല്യം അറിയാം, ഞാൻ അവനെ വളർത്തിയെടുത്ത് സംഭവിച്ച പിഴവ് അറിയാം. അതൊക്കെ പരിഹരിച്ച് അവനൊരു സ്വാലിഹായ മോനാക്കി എനിക്ക് തിരിച്ചു തരാൻ നിനക്ക് പറ്റുമല്ലോ. നീ അത് തന്നാൽ എനിക്ക് ജീവിതത്തിൽ അത് മാത്രം മതിയല്ലോ. സ്വർഗവും പിന്നെ പരലോകവും നഷ്ടപ്പെട്ടിട്ട് ഒന്നും എനിക്ക് ആവശ്യമല്ല എന്ന ഭാഷയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ഒന്നാമത് ഉണ്ടാകേണ്ടത്. അതാണ് എനിക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മാതൃകയാവുക എന്നുള്ളതാണ്. നമ്മൾ മാതൃകയാണ് 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, നമുക്ക് അറിവ് വേണം. അപ്പോൾ നമുക്ക് പറയേണ്ടത് പറയാനും പറയേണ്ടാത്തത് പറയാതിരിക്കാനും ഇടപെടേണ്ടടുത്ത് ഇടപെടാനും ഇടപെടേണ്ടാത്തടുത്ത് ഇടപെടാത്തൊരു സാഹചര്യമൊക്കെ നമുക്ക് ഉണ്ടാകാം. നമ്മൾ അതിനുള്ള അറിവ് നേടുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ അറിയാം, അയാൾക്ക് എക്സിറ്റ് എവിടെയെന്നറിയാം, ആ എക്സിറ്റ് ഇനി എങ്ങനെ തിരിയണമെന്നറിയാം, പിന്നെ അയാൾക്ക് പിന്നെ പച്ച ലൈറ്റ് കത്തുമ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്നറിയാം, ചുവപ്പ് ലൈറ്റ് കത്തുമ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്നറിയാം. ഇതറിയാത്ത ഒരാൾ ഡ്രൈവ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം. മതരംഗത്ത് ചുവപ്പ് ലൈറ്റ് കത്തേണ്ടടുത്ത് വണ്ടി വിടുകയാണ് നമ്മളെ മക്കളെ വണ്ടി വിട്ടു പോകണുണ്ട്, അത് നോ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്കില്ല. പച്ച ലൈറ്റ് കത്തിയിട്ടും വണ്ടി പോണില്ല, അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്, ബാക്കിൽ നിന്ന് ഹോൺ മുഴങ്ങും, അപ്പോഴാണ് നമ്മൾ പോണത്. അപ്പം മതരംഗത്തെ അറിവ് എന്നുള്ളത് പ്രധാനമാണ്. നമ്മളെ കുട്ടി നന്നാകണം എന്ന് വിചാരിച്ച് കൗൺസിലർ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. കാരണം കൗൺസിലർ പറഞ്ഞൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കിയാലും 4 ദിവസം കഴിയുമ്പോൾ അവൻ വീണ്ടും പോവുകയാണ്. ഒരു കൗൺസിലർ അടുത്ത് നമുക്ക് പോകേണ്ടി വരില്ല. നമ്മളാണ് ഏറ്റവും ശക്തനായ കൗൺസിലർ. അതിൻ്റെ അർത്ഥം ഞാൻ പോകണ്ടെന്നോ കാണണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് നമുക്ക് ഒരു സെൽഫ് കൗൺസിലർ ആകാൻ സാധിക്കണം എന്ന് ഞാൻ പറയണത്. അതിനെന്ത് വേണമെന്നറിയോ? മതരംഗത്തെ അറിവുണ്ടെങ്കിൽ നമുക്ക് ഓരോ രംഗത്ത് എന്താ പറയേണ്ടത്, കുട്ടിക്ക് എന്ത് കാഴ്ചപ്പാടാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവും. ഇപ്പോൾ കച്ചവടത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വാഹനം വാങ്ങുന്നിടത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് എന്തൊക്കെ അറിയാം. ഇതൊന്നും നേരത്തെ അറിഞ്ഞതല്ലല്ലോ. ഒക്കെ നമ്മൾ അതിൻ്റെ എല്ലാ ഓപ്ഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നല്ലൊരു സംഭവമാണ്. നമ്മളത് ചാലുവാക്കി അല്ലേ. അതിൽ പോപ്പപ്പിനുള്ള സംവിധാനം ഉണ്ടല്ലേ, എന്നാൽ അതും നമ്മൾ ചാലുവാക്കി. ഒക്കെ റെഡിയാണ്, ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ 20 കൊല്ലം മുമ്പുള്ള നമ്മളും ഇപ്പോഴുള്ള നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരുപാട് വ്യത്യാസമുണ്ട്. ദമാം ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലെ ക്ലാസ്സിനൊക്കെ വന്നതിൻ്റെ അൽഹംദുലില്ലാഹ് ഞാൻ ഒരുപാട് ശരിയായിട്ടുണ്ട്. ശരി, ഒരു കൊല്ലം മുമ്പും ഇപ്പോഴുള്ള നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ സ്വയം പഠിക്കാൻ തയ്യാറാകത്തിടത്തോളം കാലം നമുക്കൊരിക്കലും നമ്മളെ കുട്ടികളെ കറക്റ്റ് ഡയറക്ഷനിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റൂല. ഞങ്ങൾക്ക് ഉറപ്പ് തരാം. നമ്മളെ കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കേണ്ടത് ബോധവൽക്കരിച്ച് പോകണമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ അത്യാവശ്യമായിരിക്കും. ഈ ഒരു പഠനത്തിന്റെ അവസ്ഥയ്ക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യത്തിലുള്ളൊരു കാഴ്ചപ്പാടുണ്ടാക്കി പോകുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ AC ഉള്ള റൂമിൽ ഉറങ്ങുന്ന ഒരാളും AC ഇല്ലാത്ത റൂമിൽ, വെന്റിലേഷൻ ഇല്ലാത്ത റൂമിൽ ഉറങ്ങുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസമല്ലേ? നമ്മൾ ഈ ഒരു പഠനത്തിന്റെ ആസ്വാദനത്തിലേക്ക് കയറുമ്പോൾ സംഭവിക്കുക, നമ്മൾ AC ഉള്ള റൂമിൽ മാറുന്ന ഒരു പ്രതീതിയായിരിക്കും. AC ഇല്ലാത്ത റൂമിൽ 2 മണിക്കൂർ വെന്റിലേഷൻ ഇല്ലാതെ കടന്ന് പൊഴുത്തിട്ട് അവസാനം AC ഉള്ള റൂമിൽ നമുക്ക് ചെയറിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയാണ് നമുക്ക് ആയത്ത് ഇങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ ഓതുമ്പോൾ അതിന്റെ അർത്ഥത്തിന്റെ കൂടെ അങ്ങനെ പോകാൻ പറ്റുക അല്ലേ? എന്താ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്. ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ ഞാനും പങ്കെടുത്തിരുന്നു. അൽ ഫതഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? അൽ ഫതഹ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ കറക്റ്റ് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റാണ് ലോഡ് ചെയ്യാണ് കാര്യങ്ങൾ. അപ്പം ആ അൽ ഫതഹിലേക്കാണ് നമ്മൾ പോവുക. അള്ളാഹുവിന്റെ റസൂൽ ഒരിറ്റ് രക്തം ചിന്താത്ത ഒരു വിപ്ലവത്തിലൂടെ ഒരു രാജ്യത്തെ മോചിപ്പിച്ചെടുത്ത് നിങ്ങൾക്ക് പോകാം, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന കാണാത്ത കാഴ്ചകൾ കണ്ണിലേക്ക് ഓടിയെത്തുന്ന മനോഭാവം ഉണ്ടാകുക. ഈ മനോഭാവത്തിൽ പോകുമ്പോൾ നമുക്ക് പ്രഷറും കൊളസ്ട്രോളും ഒന്നും പ്രശ്നമില്ല. നമ്മളെ കുട്ടിനോട് പറയേണ്ട സ്വരത്തിൽ നമ്മൾ പറയുള്ളൂ, ഇടപെടേണ്ട സ്വരത്തിൽ നമ്മൾ ഇടപെടുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാണ്, എന്തറിയോ, ഈ ക്ലാസ് നിങ്ങൾ വന്നിരിക്കുന്നത് പോലെ ലോകത്ത് മലയാളികൾ ഉള്ള പ്രദേശങ്ങളിൽ ഇത്ര വ്യവസ്ഥാപിതമായി പഠിക്കാൻ സൗകര്യമുള്ള വേറൊരു പ്രദേശമല്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് കൃത്യമായ ജവാബിനെ പറയേണ്ടി വരും. എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ കുട്ടി നല്ലൊരു കുട്ടിയാകണോ, നിങ്ങൾ കൗൺസിലർ എടുത്ത് കൊണ്ടുപോയതുകൊണ്ടും 4 ദിവസം ഞങ്ങളെ മുന്നിൽ ക്യാമ്പിലിട്ടെന്നുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഇതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളും നിർവഹിക്കേണ്ട നിങ്ങളാണ്. അത് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണം. നിങ്ങളെ ബിസിനസ്സിലൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ബിസിനസിന്റെ ഒരു എക്സ്പേർട്ടിനെ കണ്ടിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്തു, പിന്നെ ആ ക്ലിയർ ചെയ്ത പോയിന്റ്സ് ഏറ്റെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ, വീണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഉറപ്പാണ്.
അതുകൊണ്ട് നമ്മൾ വിഷയങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥമായി പഠിക്കണം, ആഴത്തിൽ പഠിക്കണ ഒരു അവസ്ഥ വേണം. എന്താ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇസ്ലാമിലെ വസ്ത്രം എന്നുള്ള നിങ്ങൾക്ക് അറിയോ? ഇസ്ലാമിലെ വസ്ത്രം എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് അറിയെങ്കിൽ ടെക്സ്റ്റൈൽസ് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രവാചകന്റെ ചര്യയുണ്ട്. അവിടെ എന്ത് ചെയ്യുന്ന, ജിറാഫിന്റെ ചിത്രം എടുക്കൂല. കാരണം ചിത്രം ഉള്ളിടത്ത് മലക്ക് വരൂല എന്നാണ്, റഹ്മത്തിന്റെ മലക്ക് വരൂല എന്നാണ്. അപ്പൊ ഇത് ഇട്ടുകൊണ്ട് നടന്നാല് നമ്മളെ മോന്റെ അടുത്തേക്ക് റഹ്മത്തിന്റെ മലക്ക് അടുക്കൂല, പിന്നെ എങ്ങനെയോ നല്ല കുട്ടിയാകുക? ഈ പോയിന്റ് കിട്ടണമെങ്കിൽ ഡ്രസ് കോഡിന്റെ ഇസ്ലാമിക വശം ഒക്കെ അറിയണം. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ മോള് ഇവിടെ ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചിക്കാണ്, ഇവിടെ ഏത് മുടിന്റെ ബാക്ക് സൈഡ് അല്ലെ, ഒന്നുമില്ല നിക്കാബൊക്കെ കെട്ടിയിട്ടുണ്ടാവും, ഇവിടെ കൂർപ്പിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ നിരോധിച്ച കാര്യമാണത്. കാസ്മിനത്തുൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുൽനൽ ജന്ന. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കൂർത്തു നിൽക്കുന്ന തലയും കൊണ്ട് നടക്കുന്ന സ്ത്രീകളുണ്ട്, അവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്ന്. മോളെ അതിങ്ങനെ അയച്ചെടുത്തിട്ട്, മോളെ ഇങ്ങനെ ഹദീസ് ഉണ്ട്, ഉപ്പച്ചന്റെ കുട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഫ്രണ്ട്സ് ഒക്കെ ചെയ്യാനുണ്ടല്ലോ നീ ചെയ്യണേ, നമുക്ക് പറ്റൂല, തെറ്റാണത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. അത് നമ്മളെ അയച്ചിടുക, ഉമ്മയാണ് അത് അയച്ചിട്ട് കൊടുക്കുക. അവിടെ നമ്മള് അയക്കടരുത് എന്നല്ല പറയാ, അതിങ്ങനെ അയച്ചെടുത്തിട്ട് ഇങ്ങനെ ഹദീസ് ഞാൻ ജബ്ബാർ മദീന്റെ ക്ലാസ്സിൽ നിന്ന് കേട്ടിരുന്നു, അത് കേട്ടപ്പോ ഞാൻ ആലോചിച്ച് നിന്റെ അടുത്ത് വന്നിട്ട് ഇതൊന്ന് പറഞ്ഞുതരണം എന്നാണ്. നിങ്ങളൊന്ന് ആലോചിക്കണേ. അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? പേൻ എടുക്കണം, പേപ്പർ എടുക്കണം, ബാക്കി എല്ലാ കോംപ്ലക്സും എടുത്ത് പെരയിൽ വെക്കണം, പെട്ടിയിൽ ഒരിക്കലും തുറക്കാത്ത പെട്ടിയിൽ പൂട്ടിയേക്കണം. എന്നിട്ടോ നമ്മള് ഒന്നാമത്തെ സൊഫിൽ വന്ന് വിനീതനായ ശിഷ്യനായിട്ടിരിക്കണം. 1-ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കണത് പോലെ ദീനിന്റെ ഓരോ വശങ്ങളും പഠിക്കണം. അതന്നെ വേണ്ട. ഇപ്പൊ ഉറങ്ങണടുത്ത് 2 കുട്ടികളൊരു പുതപ്പിൽ ഉറങ്ങാൻ പാടില്ല, 2 കുട്ടികളൊരു പുതപ്പിൽ ഉറങ്ങാൻ പാടില്ല. അപ്പൊ കുട്ടിയൊക്കെ 2 പുതപ്പ് വേണം. ഒരു പ്രത്യേക പ്രായമാകുമ്പോ മോനോട്ട് ഇങ്ങോട്ട് വാ, നിനക്ക് ഇവിടെ ഇതിട്ടുതരാം, കാക്ക അവിടെ ഉറങ്ങിക്കോട്ടെ, നീ ഇവിടെ കിടന്നു. അമ്മച്ച ഞാൻ കിടക്കൂല, എന്നാ ഒരു ദിവസം കാക്ക ബെഡുമേ, നീ ഇവിടെ. ഈ ഡയറക്ഷൻ വരണമെങ്കിൽ എന്ത് വേണം? ഈ ഇൽമ നമുക്ക് കിട്ടണം. ഈ ഇൽമ കൗൺസിലർ ഉണ്ടാക്കി തരുമോ? എന്താ പ്രശ്നം? ഒരു ബെഡിൽ ഉറങ്ങാണ്, അവൻ കണ്ട ഫിലിംസും കാര്യങ്ങളും അവന്റെ മനസ്സിൽ വരികയാണ്, എന്തോന്ന് സംഭവിക്കാന്ന് കുട്ടികള്, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എന്താ സംഭവിക്കുക? അനിയന്, ജ്യേഷ്ഠൻ ഈ അങ്ങനത്തെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ സിസ്റ്റർ അങ്ങനത്തെ ഒരു എന്താ റസൂലുള്ളാഹിന്റെ ഡയറക്ഷന്? അവന്റെ മുന്നിൽ ആകെയുള്ള വഴി എന്തായിരിക്കും അറിയോ? ഒന്നുകിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിരാശയോടെ കൂടെ എന്നും അത് മനസ്സിൽ വെച്ച് ആ ഒരു കനൽ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഒരു മുളം കയറൽ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മുടെ മുന്നിൽ വരുന്ന ചില അനുഭവങ്ങളുടെ യാഥാർത്ഥ്യമാണ് ഞങ്ങളെടുത്ത് പറയണത്, ചില അനുഭവ യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറയണത്. അപ്പം ഇത്തരം ഒരു അന്തരീക്ഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള അവസരമുണ്ട്. നിങ്ങൾ പഠിക്കണം. ഖുർആൻ തഫ്സീർ എടുത്ത് വായിക്കേണ്ട ഒരു അവസ്ഥ വേണം, ഹദീസ് പഠിക്കേണ്ട ഒരു അവസ്ഥ വേണം. നമസ്കാരം, നമ്മള് ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ പുതച്ച് സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാണ്, സുബൈന്റെ സമയത്ത് നമ്മൾ പൊങ്ങണില്ല, പിന്നെ എങ്ങനെ? അതാണ് എനിക്ക് മാതൃകയുടെ വിഷയത്തിൽ രണ്ടാമത് പറയാനുള്ളത്. നമ്മളെ കാലിന് ഒരു നല്ലൊരു വലിയൊരു കെട്ടും കെട്ടിയിട്ട് മോന്റെ തോളിൽ കൈ ഉറപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ കൊക്കി ഒന്ന് പോയോക്കെ. ശറ അനുസരിച്ച് പോണ്ട. എന്തിനാ കൊക്കി പോണ അറിയോ? ആ പോണ പോക്കില് പറഞ്ഞു കൊടുക്കണം, മോനെ നല്ല വേദന ഉണ്ടാവും തോളിൽ ഞാൻ കൈ വെക്കുമ്പോ. സാരല്ല, ഉപ്പാക്ക് പള്ളിക്കൊക്കെ എത്താൻ വേണ്ടിയാണ്. ആണാണെങ്കിൽ ഉമ്മാക്ക് പള്ളിക്കൊക്കെ വരല നിർബന്ധമല്ല, ഞമ്മക്ക് ജമാഅത്തായിട്ട് നിർവഹിക്കൽ നിർബന്ധമാണ്. അവന് ഏത് ബാംഗ്ലൂരിലും ഏത് മൈസൂരിലാണെങ്കിലും എന്ത് ചെയ്യുന്നറിയോ? അവന്റെ തോളത്തമർന്ന വാപ്പാന്റെ കൈയും ആ രക്തം പൊതിഞ്ഞ ആ വെള്ള മുട്ടുകാലിലെ കെട്ടും അവന്റെ കണ്ണിലുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഐഡിയൽ പേഴ്സൺ ആകേണ്ടത്. മനസ്സിലല്ലേ? കുട്ടി 2 മണിക്ക് ഉറങ്ങിയത്, ഓൻ ഒന്നുകൂടിയും കടന്നോട്ടെ എന്നറിഞ്ഞ് പുതച്ചു കൊടുക്കലല്ല. ഓൻ എണീക്ക്, പക്ഷെ കുട്ടി 2 മണിക്ക് കടന്നത്. അതൊക്കെ മനസ്സിൽ ഓർമ്മ വെക്കണമെങ്കിൽ, പഠിച്ചതൊക്കെ മനസ്സിൽ ഓർമ്മ വെക്കണമെങ്കിൽ ഉപ്പാന്റെ കുട്ടി എണീക്ക്, ഉപ്പ മുഖത്ത് വെള്ളം തരാം അല്ലേ? എത്ര 25 വയസ്സായ മോനായിക്കോട്ടെ, പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് മുഖത്താക്കി കൊടുത്ത് മോൻ പോയി പല്ലേക്ക്, നമുക്ക് വേഗം പോവാ, ഞാൻ നിന്നെ ലാസ്റ്റ് വിളിച്ച്, എല്ലാരും വിളിച്ച് നമ്മളെ എല്ലാ ജസ്റ്റിഫിക്കേഷനോടെ കഴിഞ്ഞ് സന്തോഷത്തോടു കൂടെ അവൻ എണീക്കും. ഇങ്ങനത്തെ ഒരു വർക്കില്ലെങ്കിൽ നിങ്ങൾ എന്ത് ക്യാമ്പ്, ഒരു ക്ലാസ് കൊണ്ടൊരു കാര്യമല്ല. നമ്മൾ മാതൃകയാകുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽക്കുള്ള QHLS-ലേക്കും അതേപോലെ തന്നെ ഹദീസ് ക്ലാസ്സിലേക്കും ഇവിടെ ജാലിയാത്തിൽ നടക്കുന്ന ക്ലാസ്സിലേക്കും ഇസ്ലാഹി സെന്ററിൽ നടക്കുന്ന ക്ലാസ്സിലേക്കും നിങ്ങൾ വന്നോളി. ഞാനൊരു വാചകം പറയാണ്, ഇവിടെ അങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴും ഇസ്ലാഹി സെന്ററിന്റെ പടി കയറാൻ ചില സ്ഥലത്തൊക്കെ വിദേശ രാജ്യങ്ങളിൽ ചില ആളുകൾക്ക് ചില കോംപ്ലക്സ് ഉണ്ടാവും. എന്താ? അവിടെ ഉള്ള ഒരാളുടെ ഡയലോഗ്, അപ്പുറത്തുള്ള വേറെ ആളുടെ ഡയലോഗ്, ജനം എന്ത് വിചാരിക്കും എന്നുള്ള കാര്യം. ആയിക്കോട്ടെ, നിങ്ങൾ ഇസ്ലാഹി സെന്റർക്ക് വരണ്ട, ഉള്ളോടത്ത് പോയിട്ട് നിങ്ങൾക്ക് കറക്ഷൻ ഡയറക്റ്റ് തരാൻ പറ്റുന്നുള്ളിടത്ത് നിങ്ങൾ ആയിക്കോളി. എല്ലാ കോംപ്ലക്സുകളുടെയും അപ്പുറത്ത് നിങ്ങൾ കയറിയില്ലെങ്കിലും റഹ്മത്തിന്റെ മലക്കാണ്ട് കയറി വരുന്നുണ്ട്, ഒരു സംശയമല്ല.
കാരണം അവിടെ നടക്കുന്നത് ദീനാണ് ചർച്ച, അവിടെ നടക്കുന്ന നന്മയാണ്. ഓരോ കാലത്തും ഇങ്ങനെ 2 3 പൊട്ടിപ്പോകണേ. പൊട്ടിപ്പോണോണ്ട് ഞാൻ എൻ്റെ സ്വർഗം വേണ്ട തീരുമാനിക്കല. ഇതേ മലവെള്ളപ്പാച്ചിലിനെ മുറങ്ങൊണ്ട് തടുത്ത നിൽക്കൂല കൂട്ടരെ. അള്ളാൻ റസൂൽ പറഞ്ഞത് 73 കക്ഷിയാകും. ജൂതൻ 71, ക്രിസ്ത്യാനി 72. എൻ്റെ ഉമ്മത്ത് പൊട്ടൂല എന്നല്ല, എൻ്റെ ഉമ്മത്ത് പൊട്ടും, 73 പൊട്ടും. അപ്പോ നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് നിൽക്കണം എന്നല്ല, നിങ്ങൾ ഏതാണ് മൻഹജു സലഫുള്ള ടീം ഓരോ കൂടെ നിന്നോന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ വാചകം പറഞ്ഞത് ചിലപ്പോൾ ചില ആളുകളെ നേരിട്ട് നെഞ്ചത്തേക്ക് കൊള്ളുക. എന്നെ പറ്റിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെപ്പറ്റി തന്നെയാണ്. ഇനി നിങ്ങളൊന്ന് പോയിരുന്ന് ആലോചിച്ചോളി. അപ്പോൾ മാതൃകയാവുക എന്നുള്ളത് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പഠനം ജീവിതത്തിൽ ഉണ്ടാകുക. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അവളെ കല്യാണം കഴിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ പർദ്ദയെ ധരിക്കൂ എന്ന് അയാളോട് അവൾ ആദ്യം പറഞ്ഞിരുന്നു. ഞാൻ എന്നെ വിവാഹം കഴിപ്പിച്ചിറക്കുകയാണെങ്കിൽ പർദ്ദ ധരിക്കാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ കല്യാണം വേണ്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ 5-6 പെങ്ങന്മാരുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, കല്യാണാലോചനക്ക് പോകുമ്പോൾ ചില ചെറുപ്പക്കാർ ആലോചിക്കുന്നത് പഠിച്ചോനെ വലിയ പെങ്ങൾക്ക് അന്നൊന്ന് പനിച്ചെങ്കി എന്നാണ്. കാരണം എന്താ, വലിയ പെങ്ങൾ പോയ കല്യാണം നടക്കൂല, അതാണ്. അപ്പോൾ പെങ്ങന്മാരൊക്കെ കൂടെ ഇവൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് എന്നാലും ഓളങ്ങളെ തിരിച്ചു പറഞ്ഞേക്കും, വെറുതെ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ തമ്മിൽ തല്ലാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളോടൊക്കെ ഇടപിടിച്ച ഓരോ ഭർത്താക്കന്മാരോടൊക്കെ പറഞ്ഞാണ്. ഒരു നല്ല ചോളിയും കൊണ്ട് ചെന്ന് ഇവിടെ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അമ്മായിക്ക് വേണ്ടിയല്ലേ, അമ്മായിന്റെ കബർക്കും ഞാൻ എൻ്റെ കബർക്കും പോവുക. എങ്ങനെയാണ് ആ പെൺകുട്ടി എങ്ങനെ പറഞ്ഞ അവസ്ഥ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയോ? അവള് ജനിച്ചു വളർന്ന ദിവസം മുതൽ ഐഡിയലായ ഒരു കുടുംബത്തിലാണ് അവൾ ജീവിക്കണത്. വാപ്പിയമ്മയും തഫ്സീർ വെച്ച് ചർച്ച ചെയ്യണേ, ഉമ്മാൻ്റെ അടുത്ത് ഖുറാൻ ക്ലാസ് പോയ നോട്ടുള്ള ഒരു വീട്ടിലാണ് ആ കുട്ടി വളരണത്. അതല്ലാതെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഇവിടെ ഇരിക്കണ പിന്നെ സ്ത്രീകളുണ്ടല്ലോ, നിങ്ങളെ മാറ്റിക്കാൻ വന്ന ദിവസം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് പറ്റുമോ പറയാൻ? പറ്റുമോ? എനിക്ക് അള്ളാഹിന്റെ തൃപ്തി വേണം. ഞാൻ പോണ ബെഡിൽ എനിക്ക് സുഖം കിട്ടണമെങ്കിൽ, തൃപ്തി കിട്ടണേ, സന്തോഷം കിട്ടണേ, അള്ളാഹിന്റെ കനിവ് ഉണ്ടാവണം. അതിന് അള്ളാഹിന്റെ തൃപ്തിക്കനുസരിച്ച് പോയാലേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ നമുക്ക് എത്ര ആൾക്ക് സാധിക്കും? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ സാധിക്കണം എന്നാണ് എനിക്ക് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓർമ്മപ്പെടുത്തുള്ള 2. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് വീട് വിശാലമാവുക എന്നുള്ളതാണ്. എന്നാലേ 6 ചോദ്യം കൊടുത്തിരുന്നു നമ്മൾ കുട്ടികൾക്ക്. 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. അല്ലെ ക്വസ്റ്റ്യൻസ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തൊരു ചോദ്യമാണ്, നിങ്ങൾ മാതാപിതാക്കളെ കുറിച്ച് തൃപ്തരാണോ? മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് തൃപ്തരാണോ? ഒരു 70% കുട്ടികളും ഞങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ തൃപ്തരല്ല, മാതാപിതാക്കളെ കുറിച്ച് ഞങ്ങളും തൃപ്തരല്ല എന്നാണ് എഴുതിയത്. ഇത് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അള്ളാന്റെ തോഫീക്ക് കൊണ്ട് പല ടൈപ്പ് ക്യാമ്പുകളിൽ കഴിഞ്ഞ ഒരു 10-15 കൊല്ലമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു 20-25% കുട്ടികളൊക്കെ പറയും, പക്ഷെ ഒരു 70-75% പേരെഴുതാത്ത പേപ്പറിലാണ് സാധനം ഉള്ളത്. ആർക്കും വായിക്കാൻ കിട്ടും, വേണമെങ്കിൽ ആർക്കും വായിക്കാൻ കിട്ടും സാധനം. അത് പ്രൊഡ്യൂസ് ചെയ്യണം വേണ്ടതെന്നുള്ളത് സാറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ കുട്ടികൾ തൃപ്തരല്ല. അന്ന് അതേ സമയത്ത് നമ്മൾ അതിൽ ചോദിച്ച വേറൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 5 ആള് അവരിഷ്ടപ്പെടാനുള്ള കാരണം. അവിടെ പലപ്പോഴും പാരൻസിന് അവർ എഴുതുന്നുണ്ട്. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് എടുത്തു വെക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് വീട് വിശാലമല്ല പറഞ്ഞാൽ ഫ്ലാറ്റ് ഭയങ്കര ടൈറ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഫ്ലാറ്റിൽ റൂം കുറവാണെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കളിസ്ഥലല്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കളിപ്പാട്ടത്തിന്റെയും എയർ കണ്ടീഷൻ ചെയ്ത അലങ്കരിച്ച ഫർണിഷ്ഡായ റൂമിന്റെയും പഠന സംവിധാനത്തിന്റെയും ഹൈഫൈ ജീവിതത്തിന്റെ ഒക്കെ അപ്പുറത്ത് മനസ്സിൽ അവർക്കൊരു വിശാലതയും ഒരു സ്വാതന്ത്ര്യമൊക്കെ യഥാർത്ഥത്തിൽ കിട്ടാണ്ട് സ്നേഹം പ്രകടിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നത്. സ്നേഹം പ്രകടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. നിറഞ്ഞ കണ്ണുകളിലും വിറക്കുന്ന ചുണ്ടുകളിലും മക്കളോട് സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? സന്തോഷം നമ്മുടെ കണ്ണിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതിന് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി ഉള്ള ഒരു കോൺവെർസേഷൻ മെത്തേഡ്, സംഭാഷണത്തിന്റെ രീതി മക്കളുടെ കാര്യത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് ചുംബനം, അല്ലേ? സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് ചുംബനം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് മടിയിൽ കിടത്തിയിട്ട് മുടിയിഴകളിലൂടെ വിരലുകൾ പായിക്കൽ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴിയാണ് എന്ത്? എന്നും ഓർമ്മയിൽ വെക്കാവുന്നൊരു വാചകം പറഞ്ഞു കൊടുക്കാവുന്ന ചില ഘട്ടങ്ങളുണ്ടാവും. പരീക്ഷയ്ക്ക് പുറപ്പെടുന്ന സമയമാണ്.
അവൻ്റെ നെറുകയിൽ കൈവച്ചിട്ട് നമുക്ക് പറയാം, ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കാം. ഇടവഴിയും പിന്നിട്ട് ബസ്സും കയറി പരീക്ഷകളിൽ ഇരിക്കുമ്പോഴും അവൻ ഏറ്റവും ഉന്നതമായ ഒരു കമ്പനിയുടെ MD ആകുമ്പോഴുമൊക്കെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പുറപ്പെടാൻ ഇറങ്ങുമ്പോൾ ഉമ്മ പറഞ്ഞ വാചകവും ചൂടുള്ള ചുംബനവും അവൻ്റെ ഹൃദയത്തിലുണ്ടാവും. സ്നേഹം രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ വാപ്പാക്ക് കൗൺസിലിംഗ് കൊടുക്കണം, വാപ്പ എനിക്ക് കൗൺസിലിംഗ് തരണം എന്നാണ് പറയണത്. വാപ്പാക്കാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എന്ന് മറ്റു പെൺകുട്ടികൾ വഴി, ചില പാരൻസ് വഴി നമുക്ക് മെസ്സേജ് തന്ന ആളുകൾ, കുട്ടികളുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓൻ്റെ കുട്ടിയായിരിക്കും നിങ്ങൾ വിചാരിക്കണ്ട, എൻ്റെ കുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചോളി. മനസ്സിലല്ലേ? മോൾ അങ്ങനെ എഴുതിയിരുന്നോ, ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ മക്കളോട് പോയി ചോദിക്കും വേണ്ട. വാപ്പ എന്നെ എപ്പോഴും കൗൺസിലർ അടുത്തേക്ക് കൊണ്ടുപോകും. ബേസിക്കലി എൻ്റെ വാപ്പാക്കാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് എന്നാ കുട്ടി പറയണേ. കുട്ടി പറയണ പൂർണ്ണമായിട്ട് തെറ്റാന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ അതിൽ 1% ശരിയുണ്ടെങ്കിൽ ഇന്നമാ അമ്പാലുക്കും പോലും അത് ഒരു സംശയമല്ല. 1% നിങ്ങൾ സാധ്യത കണ്ടാൽ മതി. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അങ്ങനത്തെ കുറേ വഴികളുണ്ട്. ചിലപ്പോൾ മെസ്സേജും വാട്സപ്പൊക്കെ ഉള്ള കാലത്തും മോനൊരു കത്ത് എഴുതലായിരിക്കും. മോനെ ഏതെങ്കിലും ഒരു വലിയ കമ്പനിയിൽ ഒരു മഹാസംഭവമായിട്ട് ഇരിക്കുകയായിരിക്കും, എന്നും ഫോൺ ചെയ്യുന്നുണ്ടാകും. പക്ഷേ നമ്മുടെ ഹൃദയം അവന് വൃത്തിയില്ലാത്ത കയ്യക്ഷരത്തിൽ, വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള നമ്മുടെ പഴയ സാക്ഷരതാ ക്ലാസ്സിലെ കയ്യക്ഷരത്തിൽ അവൻ വായിക്കട്ടെ. ഉപ്പാക്ക് ഉമ്മച്ചിക്ക് മോനെക്കുറിച്ച് കുറേ പ്രതീക്ഷകളുണ്ട്, നീ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അപ്പോൾ എനിക്ക് നിന്നോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള 4 കാര്യങ്ങളുണ്ട്. ഒന്നിതാണ് അല്ലേ, ചിലതെനിക്ക് നിന്റെ മുഖത്ത് നോക്കി പറയാൻ പ്രയാസമുണ്ട്, നിന്റെ കിടപ്പറയിലെ ഇന്ന കാര്യങ്ങൾ, അതടക്കം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിരുന്ന ഞാൻ പറയണേ. അപ്പം ഈ ഒരു സ്നേഹം യഥാർത്ഥത്തിൽ വീട്ടിൻ്റെ ഉള്ളിൽ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാകണം. മിക്കവാറും ഒരു സ്വാതന്ത്ര്യ പ്രശ്നം വീടുകളിൽ ഉണ്ടാവും എല്ലാ ഏജിലുള്ള കുട്ടികൾക്ക്. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. നമ്മൾ ഒരു സംഗതി എടുക്കാൻ നമ്മൾ അനുവദിക്കാത്ത ഒരവസ്ഥയാണ് പലപ്പോഴും വീടുകളിൽ ഉണ്ടാകുക. എന്താ, അവിടെ പോയിട്ട് ഓനിങ്ങനെ ആ പാത്രം എടുക്കുമ്പോൾ എടുക്കണ്ടാറ്, അവിടുന്ന് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇപ്പുറത്ത് അവിടെ വേറെ എവിടെയെങ്കിലും കയറുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാറ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇപ്പം ക്ലീൻ ചെയ്തിട്ടുള്ള അങ്ങോട്ട് വേണ്ടാറ്. അത് കഴിഞ്ഞാണ്ട് പടച്ചോനെ അടുക്കളയിലേക്കാണല്ലോ പോണെന്നറി. ഇനി എന്താ ചെയ്യോന്? അപ്പോഴാണ് അപ്പുറത്തുണ്ടാവും അവൻ്റെ കാക്കാന്ന് പറയുന്ന ഒരു ചങ്ങായി ടാബും അങ്ങനെ തോണ്ടണേ. അങ്ങോട്ട് എല്ലാം പറയും പോയിക്കോ 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 അല്ലേ. അത് കഴിഞ്ഞ് പെങ്ങളടുത്തേക്ക് എല്ലാം അമ്മ ഈ ചങ്ങായി ഇതാ വന്നാണ് പ്രൊജക്ട് ഇപ്പൊ കീറുന്ന് പറയും പെങ്ങള്. ഇനിയിപ്പോ എന്തോഹം കാട്ടുക. അപ്പോൾ സാധാരണ എല്ലാ ക്ലാസ്സിലും പാരന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലും ഞാൻ ഈ പോയിന്റ് പറയലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഏത് വീട്ടിലുള്ള പ്രശ്നം അത്, ഏത് വീട്ടിലും നമ്മളെ കുടുംബങ്ങളെ അടക്കമുള്ളിടത്തൊക്കെ ഉള്ള പ്രശ്നം അത് നാച്ചുറലി പുറത്തേക്ക് വരുന്നതാണ്. ഇപ്പം നമ്മളൊക്കെ വീട്ടിൽ ഇതിങ്ങനെ പറഞ്ഞ് അത് അവിടെ വെച്ച് അവിടെ അറേഞ്ച് ഇവിടെ അറേഞ്ച് ചെയ്ത് കുറച്ചെന്താണെന്ന് വെച്ചാൽ ഉറക്കത്തിൽ വളരെ സൈലൻ്റാണ് അച്ചടക്കമുള്ള ചില കുട്ടികളുണ്ടാവും. മനസ്സിലായി? ബാക്കിയുള്ള സമയത്ത് ഫുള്ള് പ്രശ്നമായിരിക്കും. ഈ പ്രശ്നമൊക്കെ നമ്മളെന്താ ചെയ്യുക? ഭയങ്കര പ്രശ്നം. അത് പോസിറ്റീവാ കൂട്ടരെ. അവൻ എത്ര എനർജറ്റിക് ആണോ അത്ര ഓൻ എത്ര എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ടോ ഓരോ ഏറിലും ഓരോ പൊട്ടിക്കലിനും ഗവേഷണമാണ് നടക്കുന്നത്. ഓൻ തച്ച് പൊട്ടിച്ചിട്ട് വേറൊരു സാധനമാക്കിയിട്ട് കൊണ്ടുവന്നു തരും. നമ്മളോ കാട്ടിയത് കണ്ടില്ലേ. യഥാർത്ഥത്തിൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓ നല്ല കാറ് വേറെ സ്റ്റൈലാക്കിയല്ലോ, അപ്പൊ അതിന് പറ്റിയ കാറേ വാങ്ങണ്ടു. നമ്മൾ 3700 റുപ്യക്ക് ഭയങ്കര ഒരു കാറൊക്കെ വാങ്ങിയിട്ട് സംഭവമായിട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ 2 മാട്ടത്തിനോ പണി വയ്ക്കും. ഓന് ഇഷ്ടം പോലെ പൊട്ടിക്കാനുള്ള നിങ്ങൾ കൊടുത്താൽ മതി. അടിച്ച് തകർക്കട്ടെ, എന്നിട്ട് അതിന് വേറെ സാധനം ഉണ്ടാക്കട്ടെ. പൊട്ടിച്ച് കണ്ടാൽ ഇത് പൊട്ടിച്ചില്ലേ എന്നല്ല ചോദിക്കണ്ടേ. ഓ പൊട്ടിപ്പോയില്ലേ, എങ്ങനെണ്ടാ ചോദ്യം? അയ്യടാ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയില്ലേ, എന്തേ മോനോ എന്തേ ഇപ്പോൾ പൊട്ടിയേ? അതിപ്പച്ചി ഞാൻ പിന്നെ കണ്ടങ്ങള് ഉറപ്പാണ് അങ്ങനെ ഉണ്ടാവുള്ളൂ. കള്ളത്തരം പറയാൻ ഒരുങ്ങുമ്പോൾ പറയണം എന്നിട്ട് മോനു എന്തിനാ ഇത് പൊട്ടിച്ച് എന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? മൊത്തം പൊട്ടിക്കാനുള്ള പെർമിഷനോട് ഒപ്പിട്ട് കൊടുക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിൽ കുട്ടിക്കൊരു സ്വാഭാവികമായ ഫ്രീഡം കിട്ടേണ്ടതുണ്ട്. എന്തായാലും നിങ്ങൾ വാങ്ങിക്കൊടുത്ത കാറിന്റെ ഓണർ ഓനാണ്, അതിന്റെ RC കൊടുത്തളി. അതാ ഞാൻ പറയണേ. കുട്ടി കളിപ്പാട്ട് ഇപ്പം എടുക്കണ്ട, പിന്നിപ്പം എന്താ ഓൻ എടുക്കുക? ഓന്റെ സാധനം വരെ ഓൻ എടുക്കാൻ പറ്റൂല. ആ കളിപ്പാട്ട് ഇപ്പം എടുക്കണ്ട, അത് പിന്നെ എടുത്താൽ മതി. കളിപ്പാട്ടത്തിന്റെ വലിയ കിറ്റൊക്കെ ഏറ്റിട്ട് മൂപ്പർ ഇങ്ങനെ വരും. എന്താ ഫ്രണ്ട്സൊക്കെ വന്നാണ് എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്നറിയും. എന്താ പ്രശ്നം? അത് നമ്മൾ വാരിടണം. എന്തായാലും പെറ്റിയിലാറെ വലിയ പണിയൊന്നുമില്ലല്ലോ 10 കളിപ്പാട്ടം വാരിടല്ലേ അല്ലേ? അതല്ലെങ്കിൽ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവൻ തന്നെ വാരിടും. നമ്മളെ എന്താന്ന് വെച്ചാല് ഭർത്താവ് ഭാര്യനോട് പറയാം, കണ്ട കുട്ടി കംപ്ലീറ്റ് വാരിടും. ഇതൊക്കെ ചെറിയ കുട്ടീനെന്ന് എന്തെങ്കിലും സ്ഥിതി,
ഓനെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയാണ്. ഇതെന്താ വിചാരിച്ചത്? കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമോ ഒറ്റൊന്നും ഉണ്ടാവില്ല അവിടെ എന്ന് പറഞ്ഞാൽ ഓക്കെ വാരിയിടും കംപ്ലീറ്റ്. വാരിട്ട് കഴിഞ്ഞാൽ അതാണ്ട് അംഗീകരിക്കണം. വാരിയിട്ടൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് കണ്ടില്ല നിങ്ങൾ എത്ര കുട്ടികളുണ്ട് ഇവിടെ ഈ നാട്ടിൽ? 500 കുട്ടികളുണ്ടായിട്ട് ഇവൻ നന്നാവുമ്പോൾ വളരെ നല്ല കുട്ടിയാണ്, വളരെ ഉഷാറാണ് എന്നൊരു ഡയലോഗ് ഇട്ട ഓനെ സമാധാനമായി. പിന്നെ ഓന് ഈ രംഗത്തിന് വേണ്ടിയാ മൊത്തം വാരിടുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് തന്ത്രപരമായ സ്റ്റെപ്പുകളിലേക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പോകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു കഥയുണ്ട്. വാപ്പ ഭയങ്കര കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉള്ള ആളാണ്. എല്ലാ സമയത്തും തിരക്കായിരിക്കും, വീട്ടിലുണ്ടാകുമ്പോഴും ഫോണായിരിക്കും. ഒരു ദിവസം വാപ്പ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോനൊരു കുറിപ്പ് കൊടുത്തു. മോനിങ്ങനെ കുറേ നേരം വന്നു നിന്നു. വാപ്പ ഇങ്ങനെ മോനോട് ഇങ്ങനെയൊക്കെ കാട്ടുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മളൊക്കെ വീട്ടിലുള്ളൊരു ഓർഡറാണ്. വീട്ടിൽ കയറി വരുമ്പോൾ ഫോൺ കട്ടാക്കിയിട്ട് കുട്ടികളെ ഫേസ് ചെയ്തിട്ട് പിന്നെ എന്താ വെച്ചാൽ ചെയ്തോ എന്നുള്ളതാണ്. കാരണം നമ്മളെ ഇളയ കുട്ടി വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ എങ്ങനെ നമ്മളെ ഫേസ് ചെയ്യുക? ചെവിയിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് വാപ്പാന്ന് പറഞ്ഞ എന്താണെന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോൾ വാപ്പാൻ്റെ ഒരു ഇടപെടലുണ്ടായതാണ്. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പ് എന്ത് ഫോണാണെങ്കിലും കട്ട് ചെയ്തിട്ട് പോക്കറ്റിലിട്ടാണ് കയറി ചെല്ലുക. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ കുട്ടി എഴുതി കൊടുത്തു, ഉപ്പാക്ക് ഒരു ദിവസത്തെ വാപ്പാക്ക് ഒരു മണിക്കൂർ വാപ്പാക്ക് പിന്നെ എത്ര രൂപ കിട്ടും? 1 മണിക്കൂർ വാപ്പാക്ക് എത്ര രൂപ കിട്ടും? വാപ്പ അതേ സ്ലിപ്പിൻ്റെ മുകളിൽ തമാശയായിട്ട് ഒരു സംഖ്യ എഴുതി കൊടുത്തു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവൻ ഈ പൈസയും കൊണ്ട് ചെന്നു. 1 മണിക്കൂർ വാപ്പ എനിക്ക് വേണം. ഇതൊരു കഥയാണ്, വെറൊരു കഥ. പക്ഷേ ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പരിശോധിക്കണം. നമ്മളെ ഉണ്ടാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പാർക്ക് പോലെ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നമ്മളെ ഫ്രെയിമിൽ കുട്ടികളെ കൈകാര്യം ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ഫ്രെയിമിൽ അല്ല കുട്ടിനെ കൈകാര്യം ചെയ്യേണ്ടത്. കുട്ടിൻ്റെ നിലവാരത്തേക്ക് ഇറങ്ങണം. അതിനാണ് മുത്ത് റസൂലുള്ളാഹി മുട്ടുകുത്തി കാണിച്ചത്. ഭരണാധികാരിയാണ്, പ്രവാചകൻ ആത്മീയ നേതാവാണ്, 10-11 കുടുംബങ്ങളിലെ കാര്യങ്ങൾ നോക്കണം. മദീനയിലെ സ്റ്റീറോയിഡും പെയിൻ കില്ലറും ഇല്ലാത്ത മദീനയിലെ കുടിലുകളിൽ കഴിയുന്ന രോഗികളുടെ ശമനമാണ് പ്രവാചകൻ, ഒക്കെയാണ്. പക്ഷേ അവിടെയും ഹസൻ ഹുസൈൻ എന്നീ 2 കുട്ടികളെ തോളത്തിരുത്തി കളിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചു. ചെറിയ കുട്ടിനെ കാണുമ്പോൾ ഭാഷയൊക്കെ മാറണം. ഒന്ന് ഉറക്കനെ വിളിച്ച് കയറിച്ചെന്ന് എന്താ പ്രശ്നമുള്ളത്? മോനോ ഒന്ന് ഉറക്കനെ നിങ്ങൾ റോട്ടിൽ നിന്ന് വിളിച്ചോക്ക്. നമ്മൾ വീട്ടിൽ എത്രയും വിളിക്കണം, എന്തപ്പച്ചേന്ന് തിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് കേൾക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് വേണ്ട. നമ്മളിങ്ങനെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ കയറി ചെന്ന് ബലം പിടിച്ച് മസിലെടുത്ത് ഇങ്ങനെ ചെന്ന് നമുക്ക് നല്ല ക്ഷീണം താക്കുണ്ടാവും, വെള്ളമൊക്കെ കുടിച്ച് ഭാര്യ ചോദിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ 4 ആക്കിയിട്ട് അവസാനം വണ്ടിയുടെ ഓഫാവും. സംഗതി നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നമുക്ക് അറിയുള്ളൂ. എൻ്റെ ചെവിൻ്റെ ഉള്ളിൽ പാറ്റ കയറിയാൽ എനിക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തേക്ക് പോയിക്കൂടാ. വീട്ടിലെത്തുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഫയലുകൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. കംപ്ലീറ്റ് ഫയലും ക്ലോസ് ചെയ്ത് റീഫ്രഷ് അടിച്ചിട്ട് വീട്ടിലേക്ക് കയറാവൂ എന്നുള്ളതാണ്. ഉമ്മയാണെങ്കിലും മക്കൾ വരുമ്പോൾ എന്താ, 4 മണിക്ക് കുട്ടി വരുമ്പോൾ എന്താ, ഒന്ന് സ്വീകരിക്കാൻ ഒന്ന് വാതിൽക്ക് നിന്നാ, ആ ബാഗൊക്കെ ഒന്ന് വാങ്ങി മിഷീൻ്റെ കൂട്ടി ക്ഷീണിച്ചണോ എന്നൊന്ന് ചോദിച്ചാൽ എന്താ പ്രശ്നമുള്ളത്? എന്താ പ്രശ്നമുള്ളത്? ആ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു കൊടുത്താൽ അവിടെ ഉണ്ട് ഡ്രസ്സ് എടുത്തോ അല്ലേ? ഞാൻ പറയണത് നമ്മൾ ഈ സ്പേസിലൊക്കെ നമ്മൾ വിചാരിക്കും എനിക്കൊരു ഹോംവർക്ക് ഞാൻ തരാം. എന്താ ഹോംവർക്ക് വെച്ചാൽ നാളെ ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കാം, അല്ലെ നാളെ ഭർത്താവ് ഭാര്യനെ നിയന്ത്രിക്കാം. ഭർത്താവ് എടുക്കണ്ട, ഹോംവർക്കാണ്, ആട് വേണ്ട. എന്താ സംഭവിക്കുക? ഒരു നൊലോളി കേൾക്കാം. മറ്റന്നാൾ നേരെ തിരിച്ചുണ്ടാകുക. എന്താ? ഭർത്താവ് എന്നെ ഭാര്യയാണല്ലോ നിയന്ത്രിക്കണേ. ഇവിടുന്ന് 2 പല്ലു പോവും അല്ലേ? പല്ലിൻ്റെ എണ്ണം കുറയും ചെയ്യും, എല്ലിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അതുണ്ടാകുക. അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടാൽ മതി, ഈ ഒരു നിലവാരത്തിൽ കണ്ടാൽ മതി. അതുകൊണ്ട് ഭാഷ ഒന്നും കൂടി ഒരു നന്മയിലാക്കുന്നത്. പിന്നെ അംഗീകാരങ്ങൾ വളരെ പ്രധാനമാണ് കുട്ടികൾക്ക്. കുട്ടി B+ വാങ്ങി വന്നാലും എന്താ നമ്മൾ പറയണ്ടേ? ഓ ആകെ B+ കിട്ടി, അൽഹംദുലില്ലാ B+ കിട്ടിയല്ലോ, C ആയില്ലല്ലോ, അൽഹംദുലില്ലാ. ഇനി എൻ്റെ മോനെ അടുത്ത പ്രാവശ്യം A+ തന്നെ വാങ്ങണം. അതിന് വേണ്ടത് എന്താണെങ്കിലും ഉപ്പച്ചി ചെയ്തു തരും. നീ കുറച്ചും കൂടി നേരം വായിക്കൊക്കെ ചെയ്താൽ, ആകെ കുറഞ്ഞ നേരം വായിച്ചിട്ട് നിനക്ക് B+ ഉണ്ട്, അപ്പോൾ നിനക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. മറ്റേത് കുട്ടി എന്താ അറിയോ? കുട്ടി ഇപ്പോൾ ഒരു ക്യാമ്പ് അവസാനിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ ഒരു കുറിപ്പ് എഴുതി തന്നു, വെരി പേഴ്സണൽ എഴുതിയിട്ട് എഴുതുന്ന കുറിപ്പിലുള്ള എന്താ അറിയോ? ഞാൻ ക്യാമ്പ് അവസാനിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്, വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട്, ഒരു വിഷയത്തിൽ A+ കിട്ടൂല, വീട്ടിലൊരു സുഖം ഉണ്ടാവില്ല, ഒരു വിഷയത്തിൽ A+ കിട്ടൂല എന്നുള്ള പേടി അവനുള്ളൂ. എന്നിട്ടാണ്
അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഒരിക്കലും ഉണ്ടായിരുന്നു. കുട്ടി എന്തെങ്കിലും ചെയ്താലേ നമ്മൾ അംഗീകരിക്കണം. ട്രോഫി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് മാത്രമേ ട്രോഫി കിട്ടുന്നൊന്നുമില്ല. സ്കൂളിൽ നിന്ന് കിട്ടണതിന് മാത്രമല്ല ട്രോഫി എന്ന് പറയാം. നമുക്കും ട്രോഫി വാങ്ങിക്കൊടുക്കാം. എന്താ ട്രോഫി വാങ്ങിക്കൊടുത്ത പ്രശ്നം? വലിയൊരു ട്രോഫി, നല്ല മാർക്ക് വാങ്ങിയപ്പോൾ നല്ല മാർക്ക്. എന്നിട്ട് നമ്മളതിമ വേണമെങ്കിൽ എഴുതിയേക്കാം, എൻ്റെ പ്രിയപ്പെട്ട മോനെ, എൻ്റെ വക. അതവിടെ ഇരുന്നോട്ടെ കൂട്ടരെ. പുതിയൊരു കൾച്ചറിലേക്ക് പോകുക. നമ്മൾ സ്കൂളിൽ നിന്ന് ഹെഡ്മാസ്റ്റർത്ത് നിന്ന് എല്ലാ കുട്ടികൾക്കും ട്രോഫി കിട്ടുമ്പോൾ നമ്മളെ കുട്ടിക്ക് അതിന് വകുപ്പില്ല. ഉപ്പി ഇമ്മി എല്ലാവരും കുടുംബ സദസ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇതാ വീട്ടിലെ കാരണവരെ കൊണ്ട് ട്രോഫി പഠിപ്പിക്കുന്നു. അത് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇടുന്നു. ഫോട്ടോന്റെ പ്രശ്നവും കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ അതിന്റെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു തലം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു അശ്രദ്ധമായ വാചക യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ഒരു പുതിയ പാരന്റിങ് കൾച്ചറിലേക്ക് നമ്മൾ പോകണം. അതിന് പാരന്റിങ്ങിന്റെ 5500 റുപ്യന്റെ ഫീസ് അടച്ച കോഴ്സ് ബാംഗ്ലൂർ പോയി അറ്റൻഡ് ചെയ്തിട്ടൊന്നും വേണ്ട. പച്ചയായ മനുഷ്യരായ മതി നമ്മൾ, എന്നാ നടക്കും. ഒരു പ്രശ്നമല്ല. ഞാൻ ആ പോയിന്റ് ദീർഘിപ്പിക്കണില്ല, എനിക്കുള്ള സമയദേശം ഇവിടെ അവസാനിക്കണം. പിന്നെ നമ്മളെ ഉപദേശങ്ങൾ വേണം. എന്താ ഉപദേശം തന്നെ പണി തുടങ്ങി മൂപ്പര്. കുട്ടികളുടെ ലൈൻ അതാണ്. കുട്ടികളവിടെ വന്നിരിക്കും, പാപ്പ ഓൺ ചെയ്യും, ഓനോടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പുറത്ത് ഉമ്മ ഇടപെടും, ഇപ്പുറത്ത് നിക്കാക്ക് ഇടപെടും. കുറെ ഒച്ചമ്പിളിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഓണാക്കുമ്പോൾ എണീറ്റ് പോകും. വേറൊന്നും ഇവിടെ സംഭവിക്കണില്ല. നമ്മളെ കുട്ടി മാറണം എന്ന വിചാരത്തോടു കൂടെയുള്ള ഉപദേശം കൊടുക്കണ്ടേ. മാറണം എന്ന വിചാരത്തോടെ. ഒരു കസ്റ്റമർ വന്നു, നമ്മൾ വിൽക്കുന്ന ഒരു സാധനം എടുത്തു. അതെങ്ങനെ നമ്മൾ ചെയ്യല്? വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളേ, നമുക്ക് വല്ല ആവശ്യമൊന്നുമില്ല എന്നുള്ള ലെവലില്ല ആണോ? വച്ചിട്ട് കണ്ട് ഇത് എന്നാലേ എവിടുന്ന് വരണം നിങ്ങൾക്ക് അറിയോ? ഇത് ചൈനയിൽ നിന്ന് നേരിട്ട് ഞാനത് കൊണ്ടുവരണം. ഞാൻ ഉഗാണ്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് എടുത്തോണം. നിങ്ങൾ എന്താ വിചാരിച്ചേ? അങ്ങനെയല്ലല്ലോ പറയാം. ഇത് വളരെ ഒരു ഹൈലി ക്വാളിറ്റി ഉള്ള നല്ലൊരു മെറ്റീരിയലാണ്. നമ്മളെ ബോഡി ലാംഗ്വേജ് ഉണ്ടാവും, ഫേസിന്റെ ഭാവം ഉണ്ടാവും. അതൊന്ന് ക്യാമറയിൽ പകർത്തിയിട്ട് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. എന്നിട്ട് പറയാം, ഇങ്ങനെയാണ് ഭാര്യനോട് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് ആരോട് സംസാരിക്കേണ്ടത്? കുട്ടികളോട് സംസാരിക്കുക. അത് തീരുമാനിച്ചാൽ മതി. അതെന്താ അവിടെ ശരിക്ക് കസ്റ്റമറെ നമ്മൾ കൺവേ ചെയ്യുന്നുണ്ട് എന്ന പോലെ കുട്ടിക്ക് കൺവേ ചെയ്യപ്പെടണമല്ലോ ശരിക്ക്. നമ്മളെ പ്രഷറിന്റെ ഇടയ്ക്ക് നിസ്കരിക്കണില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ മറ്റേ ഹൂത്തികൾക്ക് നേരെ ഇവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് വെടിവെക്കണ മാതിരി അങ്ങോട്ട് പോകേണ്ട ഡയലോഗ് അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് അവനങ്ങോട്ട് മാറോട് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ എടുത്ത്, എന്താ പിച്ചിൻ്റെ കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് സ്വർഗം കിട്ടൂലേ? അതല്ലേ പിച്ച് പറയണേ. എന്താ മോൻ നിസ്കരിക്കാത്തത്? അത് ആ നിലക്കൊരു ബോധവൽക്കരണം യഥാർത്ഥത്തിൽ ആവശ്യമാണ്. മാറണം എന്ന് കരുതിയിട്ട് ചെയ്യാന്നുള്ളത്. മറ്റൊന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആ പ്രശ്നമല്ലേ, ആ പ്രശ്നം മനസ്സിൽ കൊണ്ടുവരും. ഇപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? ആ പ്രശ്നത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെടണമെങ്കിൽ അതുകൊണ്ട് അവനുള്ള നഷ്ടം എന്താണ് എന്ന് നമ്മൾ അവനെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് അവനുള്ള നഷ്ടം എന്താണ് എന്നവനെ ബോധ്യപ്പെടുത്തണം. ആ നഷ്ടം ബോധ്യപ്പെടുത്താത്തിടത്തോളം കാലം ഓനൊന്നും മാറൂല. ഇപ്പം ഞാൻ ഈ പോയിന്റ് പറയുമ്പോഴൊക്കെ എനിക്ക് വേഗം മനസ്സിലേക്ക് വരെ എൻ്റെ സ്കൂളിലെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് സദസ്സുകളിൽ ഈ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് തൂങ്ങിക്കണൊരു മാവുണ്ട്. എന്നും ആ മാവുമ്മ മാങ്ങ ഉണ്ടായാൽ പിന്നെ എന്നും പ്രശ്നമാണ്. അവിടെ ഒരു കാരണവരുണ്ട്, മൂപ്പർക്ക് പണിയൊന്നുമില്ല. 5-6 മക്കള് ഗൾഫിലൊക്കെ ഉള്ളതുകൊണ്ട് മൂപ്പർ അങ്ങനെ ഉഷാറായിട്ട് വീട്ടിലിരിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഒരു ശ്രദ്ധ മാത്രമാണ് ഇപ്പോൾ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഒരു കുട്ടിനെ മാങ്ങ ഇറക്കാൻ ഇപ്പോൾ സമ്മതിക്കില്ല, ഭയങ്കര ബഹള. അപ്പോൾ കുട്ടികളാണെങ്കിൽ എന്ത് ശിക്ഷാമുറ കൊടുത്താലും നടക്കില്ല. അപ്പോൾ അതിങ്ങനെ ഒരു വിഷയമായിട്ട് ഒരു സംഘം അങ്ങനെ എടുത്ത് ആക്കിയപ്പം പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് ചോദിച്ചു കുട്ടികളോട്, ഇതിൻ്റെ വില്ലന്മാരോട് ചോദിച്ചാൽ അന്ന് മാങ്ങ ഇറക്കണ്ടേന്ന് വെച്ച്, ഇങ്ങനത്തെ സാറേ വേണ്ടതെന്ന് പറഞ്ഞു. എത്ര കാലായി എന്നറിയോ? ഇതന്നെ ഞാൻ പറഞ്ഞു, ആടോ ഓരൊക്കെ വയസ്സായ ആൾക്കാരല്ലേ, ഓർക്ക് ഇപ്പം അങ്ങനെയൊക്കെ തന്നെ കയറും. മാങ്ങ ഇറക്കൽ ശരിക്കും ആവശ്യം തന്നെയാണ്. അപ്പോൾ അവൻ്റെ ഡയലോഗ് എന്താ അറിയോ? അവൻ്റെ വാചകമല്ല ഞാൻ പറയണത്, പറഞ്ഞതിൻ്റെ ആശയമാണ് ഞാൻ പറഞ്ഞത്. സാറേ അത് ഹെഡ്മാസ് എൻ്റെ പ്രായത്തിലാവുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി ഞാൻ ഹെഡ്മാസ് ആകുമ്പോൾ ആ കുട്ടികളൊക്കെ ഞാൻ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോളും, പ്രശ്നമില്ല. കുട്ടികളെ ഞാൻ നിയന്ത്രിച്ചോളും, അതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഈ ടോണിലാണ് കുട്ടികളുണ്ടാകുക. പിന്നെ അടുത്ത ഡയലോഗ് എന്താ അറിയോ? വേണമെങ്കിൽ നമുക്ക് ഹെഡ്മാസ്ക്കും കൊടുക്കാം ഒരു മാങ്ങ, നമുക്കൊരു ചൊറിച്ചിൽ നിന്നോളും. അപ്പം നമ്മൾ പറഞ്ഞാൽ എന്തായാലും മാങ്ങ ഇറക്കണം, കല്ലോട്ട് എറിഞ്ഞിട്ട് തന്നെ പറിക്കണം. എന്നാ എന്താ അറിയോ? ആ കല്ല് പോയിട്ട് നേരെ ആ വീട്ടിൻ്റെ മുറ്റത്തുള്ള കാരണവരെ തലയിൽ വീണിട്ട് തല പൊട്ടിയിട്ട് മൂപ്പര് മരിച്ചാൽ നമുക്ക് ജയിലിൽ പോകാലോ? വേണ്ട. അതെന്തടോ ജയിലിൽ പോണ അല്ലല്ലേ? അപ്പോൾ അതിമന്ന് കുട്ടികൾ താഴ്ട്ട് ഇറങ്ങി വരികയാണ്. പിന്നെ നമ്മൾ പറഞ്ഞടാ മാങ്ങ വേണമെങ്കിൽ നമുക്ക് എത്രയും വാങ്ങടാ, ഈ പൈസ ഫുള്ള് അങ്ങക്ക് മാങ്ങ വാങ്ങി തരാനുള്ളതല്ലേ, നിങ്ങളെന്താ സാറിനോട് ചോദിക്കാത്ത? വേറെ ഉള്ളവരെ മാങ്ങത്തിന് നമ്മൾ ഇറക്കണേ, ഇവര് നമുക്ക് പോകാന്ന് പറഞ്ഞു.
പൈസ നമ്മൾ എടുക്കുന്നതോട് കൂടെ കുട്ടിക്ക് വേണ്ടി വരില്ല. ഒരു ബേസിക് മനഃശാസ്ത്രമാണ്. സാറിന്റെ കയ്യിൽ പൈസ എടുത്തിട്ട് അപ്പോൾ നേരെ മാങ്ങ അവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ പീഡി സെല്ലിനടുത്ത്. ഇപ്പം ഞാൻ എന്ത് ചെയ്യും, എന്തായാലും ഒരു മിഠായി വാങ്ങണം, നമുക്ക് എന്നിട്ട് തിന്നണം, മിഠായി വാങ്ങിക്കൊടുത്ത് പ്രശ്നം അവിടെ തീരുകയാണ്. അപ്പം നമ്മൾ കുട്ടികളെ വിഷയം ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ബോധ്യപ്പെടുത്താൻ കുറേ മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ബോധ്യപ്പെടുത്താനുള്ള കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര വാശിയുള്ള കുട്ടികളുണ്ടാവും, ഭയങ്കര ദൂർത്തും ഫുള്ള് ഭക്ഷണത്തെ പറ്റിയിട്ടുള്ള ഭയങ്കര പ്രശ്നം. ഏത് ഭക്ഷണം കൊടുത്താലും തൃപ്തിയില്ലാത്ത കുട്ടികളുണ്ടാവും. നിങ്ങൾ വേസ്റ്റ് ബോക്സിൽ നിന്ന് ഭക്ഷണം കഴിക്കണേ ഒരു 4 ഫോട്ടോസ് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ഇമേജിൽ ഒന്ന് അടിച്ചു നോക്ക്, ഇഷ്ടം പോലെ സാധനം ഉണ്ടാവും. ഹലാസ്, അവൻ്റെ കണ്ണ് നനയും. ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഇത്തരം ഒരു വിഷയം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് ഈദ് കിസ്വ. ഈദ് കിസ്വ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും വന്ന് ഇട്ടൊരു പോസ്റ്റ്, ഓൺലൈനിൽ ഇട്ടൊരു പോസ്റ്റ്. ആ പോസ്റ്റ് അൽഹംദുലില്ലാ കേരളം ഏറ്റെടുത്തു. കഴിഞ്ഞ പ്രാവശ്യം 80 ലക്ഷത്തോളം റുപ്യാണ് ഓൺലൈൻ വഴി നമ്മൾ കളക്ട് ചെയ്തു. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്താ നമ്മൾ പറഞ്ഞത്, നിങ്ങളെ കുട്ടിക്ക് ഷോപ്പിംഗ് മോളിൽ പോയി ഡ്രസ്സ് വാങ്ങുമ്പോൾ ഷോപ്പിംഗ് മോളിൻ്റെ പടി കയറാൻ വകുപ്പില്ലാത്ത, കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉമ്മയില്ലാത്ത അനാഥ മക്കൾക്ക് ഒരു ഡ്രസ്സിൻ്റെ വില നിങ്ങൾ കൊടുക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ വില കേരളം കൊടുത്തു, പ്രവാസികൾ കൊടുത്തു, എല്ലാവരും കൊടുത്തു. അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റാണ് കുട്ടികൾക്ക് ഒരു സ്വതക്ക ബോക്സ്. നിങ്ങൾ തുടങ്ങണം ഇന്ന് ചെന്നിട്ട് തുടങ്ങണം. എന്തിനാണ് ആ സ്വതക്ക ബോക്സ് എന്ന് ആദ്യം ബോധ്യപ്പെടുത്തണം. പാവപ്പെട്ട കുട്ടികളുണ്ട്, ആ കുട്ടികൾക്കുള്ള ഡ്രസ്സിൻ്റെ പൈസയാണത്. നിങ്ങൾക്ക് പറ്റിയ പൈസ ഇട്ടോളി, ഒരു റിയാലിൻ്റെ താഴെയൊക്കെ അവനെ കൊണ്ട് ഇടിയിക്കണം, അവനിടണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കണത് പാവപ്പെട്ട കുട്ടികളുണ്ട്, ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ലാത്ത കുട്ടികൾ, മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്ത കുട്ടികൾ, ഉമ്മല്ലാത്ത കുട്ടികൾ. അപ്പോൾ കുറേ സംശയം വരും. ആ സംശയങ്ങൾക്കൊക്കെ കൃത്യ ആൻസർ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പെരുന്നാളിൻ്റെ മുമ്പ് അത് പൊട്ടിക്കുന്നു അല്ലേ, പൊട്ടിച്ചിട്ട് എണ്ണിയിട്ട് ആ കുട്ടികളുടെ, ഇപ്പോൾ ഇവിടെ MSMൻ്റെ ചെറിയൊരു രൂപ നമുക്കുണ്ട്, ആ കുട്ടികൾ വഴി നമ്മൾ നാട്ടിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡ്രസ്സും വാങ്ങിയിട്ട് അപ്പുറത്തെ ഹരിജൻ കോളനിയിലെ കറുത്ത കാലുള്ള, കറുത്ത കൈയുള്ള, കുഴിഞ്ഞ കണ്ണുള്ള കുട്ടിൻ്റെ അടുത്ത് വെളുത്ത നമ്മുടെ മകൻ്റെ കൈകൾ കൊണ്ട് ഇത് കൈമാറുമ്പോൾ ആ കുട്ടിയുടെ മുഖത്ത് വിരിയുന്ന സന്തോഷത്തിൻ്റെ വർണ്ണരാജികൾക്ക് പുതിയ മാനവും പുതിയ ഭാവവും കൊടുക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മളെ എക്സ്പെരിമെൻ്റ് പരീക്ഷണം എന്നൊക്കെ പറയുന്നതിനാണ്. അങ്ങനത്തെ ചില സ്റ്റെപ്പുകൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ കുട്ടികളെ ബോധ്യപ്പെടുത്താവുന്ന കുറേ കാര്യങ്ങൾ, പഴയ കഥകളൊക്കെ പറയണം. കഞ്ഞിയിൽ പുഴുണ്ടായിരുന്ന കാര്യം വല്യമ്മാൻ്റെ അടുത്ത് നിന്ന് അവൻ കേൾക്കണം. വല്യമ്മ കേൾക്കുക, അല്ലെങ്കിൽ അവൻ പറഞ്ഞു കൊടുക്കണം, പണ്ടത്തെ സ്ഥിതി ഇങ്ങനെയായിരുന്നു, അപ്പം എങ്ങനെയായിരുന്നു സ്കൂൾ പഠിച്ചന്ന് ഒന്നൊക്കെ ഇങ്ങനെ അവനെ ഇരുത്തിയിട്ട് ഇത് ഷെയർ ചെയ്യുക എന്നുള്ളത് മനസ്സുകളുടെ ഒരു കണക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ അഞ്ചാമത്തത് ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ്. ധാർമ്മിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് ഒരു തകരാറും വരില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. നിങ്ങൾ ജാമിയ ഇസ്ലാമിൽ നിങ്ങളെ കുട്ടിനെ ചേർക്കുന്ന തീരുമാനിച്ചോളി. നിങ്ങളെ മോനൊരു ഡോക്ടർ ആകുമ്പോൾ കിട്ടുന്നതിലേറെ വലിയ പൈസയും കിട്ടും, അതിലേറെ വലിയ പ്രാർത്ഥനയും കിട്ടും. അതിനുള്ള തെളിവ് ഈ ഹദീസ. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ. അള്ളാഹു ഈ കിതാബ് കൊണ്ടൊരു ജനതയെ ഉയർത്തും. വയളഉ ബിഹി ആഖരീൻ. ഇതേ കിതാബ് കൊണ്ട് വേറൊരു ജനതയെ താഴ്ത്തുകയും ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഓരോ പ്രദേശത്തെയും വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തം ആർക്കാന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആൾക്കാന്ന് പറഞ്ഞപ്പോൾ ഉമർലാൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അവൻ നമ്മുടെ കൂട്ടത്തിലെ മൗലയായിരുന്നില്ലേ, അടിമയായിരുന്നില്ലേ? അതെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, നമ്മളെ നബി പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ലേ, അള്ളാഹ് ഈ കിതാബ് കൊണ്ട് ഒരാളെ ഉയർത്തും. അപ്പൊ പരലോകത്ത് ഉയർത്തൽ മാത്രമല്ലത്, ദുനിയാവിലെയും കൂടി ഉയർത്തലാണ്. ഒരു തകരാറുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ കോഴ്സിന്റെ സ്ട്രക്ചർ എടുക്കുകയും കോഴ്സിന്റെ ഇപ്പൊ ഞാൻ അൽഹംദുലില്ലാഹ് ഗവൺമെന്റ് സർവീസിൽ അത്യാവശ്യം മോശമല്ലാത്ത ഒരു സാലറി വാങ്ങുന്ന ആളാണ്. നമുക്ക് ജീവിച്ചു പോകാനുള്ളത് ഒരു പൈസ നമുക്ക് കിട്ടും. ആ SLC കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കിട്ടിയ ജോലിയാണ് എനിക്ക്. ഞാനൊരു കുട്ടി എന്നുള്ളവർക്ക് എന്നെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരിക്കലും ഞാൻ മതപഠനം ഒരു നിമിഷം പോലും ആഗ്രഹിച്ചിട്ടില്ല. ഒരു നിമിഷം പോലും. മണ്ണാർക്കാട് കല്ലടി കോളേജിൽ നിന്ന് ഇന്റർവ്യൂ കാർഡ് വന്ന്, എടവണ്ണ ജാമ്യ ദ്വീപിൽ നിന്ന് ഇന്റർവ്യൂ കാർഡ് വന്നപ്പോൾ ഒരു വല്ലാത്ത കോംപ്ലക്സ് ഉള്ള മനസ്സായിരുന്നു എൻ്റെത്. കാരണം അന്നത്തെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഇന്നൊക്കെ മാറി. ഇന്ന് ഫുൾ A+ കിട്ടുന്ന കുട്ടികൾ മതപഠനത്തിലേക്ക് പോകുന്ന പുതിയൊരു കാലമാണ്. അന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്കുള്ളവനൊന്നും അങ്ങോട്ട് പോകാത്ത ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. വലിയൊരു മോശമില്ലാത്ത മാർക്ക് എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. അപ്പം
നാട്ടിൽ പള്ളിയില്ലാത്തതുകൊണ്ട് വീട്ടിൽ ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ എൻ്റെ ഉമ്മ കറണ്ട് പോയതാണ്. ആ നേരത്ത് ഞാൻ അടുത്തുള്ളത് അറിയാതെ എൻ്റെ ഉമ്മ പ്രാർത്ഥിക്കണം, ഞാൻ കേൾക്കണം. എന്ത് പഠിച്ചോനെ അവനൊന്ന് ജാമ്യ പോകാനുള്ളൊരു മനസ്സുണ്ടാക്കി കൊടുക്കാനുള്ള അത് ഒറ്റ റീസൺ കൊണ്ട് പോയത്. എനിക്ക് ഉറപ്പുണ്ട് എനിക്കൊരു നഷ്ടം യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. എനിക്ക് സ്റ്റാറ്റസിന് കുറവില്ല, എനിക്ക് ക്യാഷിന് കുറവില്ല. മതരംഗത്ത് പ്രസംഗിച്ചിട്ട് 1 ഉറുപ്പ്യ വാങ്ങിയിട്ട് എനിക്ക് ജീവിക്കണ്ട, ഖുത്ബ പറഞ്ഞിട്ട് 1 ഉറുപ്പ്യ വാങ്ങിയിട്ട് എനിക്ക് ജീവിക്കണ്ട. ഒന്നിനും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കുറവില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയോ, അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് സാഹചര്യങ്ങൾ, വിശേഷിച്ച് സൗദി അറേബ്യയിലുണ്ട്, ഹൽക്കകളുണ്ട്, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഹൽക്കകളുണ്ട്, കുട്ടികൾക്ക് ഹൽക്കകളുണ്ട്. നമുക്ക് അവിടെ കൊണ്ടുവിടാനുള്ള സമയപ്രശ്നമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യണത്. നിർബന്ധമായും അങ്ങനത്തെ ഒരു കൾച്ചർ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. കുട്ടികളെ ഭയങ്കര ഡോക്ടറാക്കണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഡോക്ടറാകണം എന്നാണ്. നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കണം എന്ന് വെച്ചപ്പോൾ 2 3 കുട്ടികൾ മാത്രമേ കറക്റ്റ് ഉത്തരം എഴുതിയത്. ഒരു കുട്ടി എഴുതിയ ഉത്തരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തായാലും അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത ഒരു അടിമയാകണം എനിക്ക്. ഒരു പെൺകുട്ടി എഴുതിയാണ്. ഏത് പെൺകുട്ടിയാണ് അത് എഴുതിയതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഒരു ആൻസറാണ്. അത് കാഴ്ചപ്പാടുള്ള ഒരു ആൻസറാണ്, വെറുതെ പറഞ്ഞ ആൻസർ ഒന്നല്ല. ബാക്കിയുള്ള കുട്ടികളൊക്കെ എനിക്ക് ഡോക്ടർ ആകണം എന്നാണ് എഴുതിയത്. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കണേ ഡോക്ടർ ആകണമെന്ന്. എന്തിനാ കൂട്ടരെ ഡോക്ടറാണ്? രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ, പിന്നെ പെട്ടെന്ന് കോള് വരുമ്പോൾ അവിടെ പോയി എന്നാലോ തൃപ്തികരമായ ഒരു അവസ്ഥയിലല്ലാത്ത, ജീവിതമല്ലാത്ത അല്ലേ ഒരവസ്ഥയാണ്. എന്നാൽ അതിലേറെ വലിയ സാലറി കിട്ടുന്ന കാര്യങ്ങളുണ്ടാവില്ലേ, അതിലേറെ വലിയ സാലറി കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. ജസ്റ്റ് ഒരു പ്ലാൻ വരച്ചെടുത്ത് വീട്ടിലിരുന്നാൽ, ജസ്റ്റ് 10 വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വീട്ടിലിരുന്നാൽ, ഒന്നുമില്ല ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ക്യാപ്ഷൻ, ഒരു ലോഗോ ഡിസൈൻ ചെയ്താൽ നിങ്ങളെ കുട്ടിക്ക് അങ്ങനത്തെ ചില കപ്പാസിറ്റികൾ ഉണ്ടാവും. അതുകൊണ്ട് ആ രംഗത്ത് അത്തരം ചില സ്റ്റെപ്പുകൾ യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കണം. ധാർമ്മിക വിദ്യാഭ്യാസം ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങണം. കുട്ടിയെല്ലാം കേൾക്കും, കുട്ടിക്ക് കേൾക്കാവുന്നതേ പറയാവൂ. അവിടുന്ന് പോന്നാൽ തൊട്ടിലാട്ടുമ്പോൾ ചൊല്ലുന്ന ദിക്റും തസ്ബീഹും അടക്കം പ്ലാൻ ചെയ്യണം എന്നാണ് ഞാൻ പറയണത്. ഉമ്മ പ്ലാൻ ചെയ്യണം, ഏതാണ് നമ്മളെ കുട്ടി കേൾക്കേണ്ടത് എന്ന് പ്ലാൻ ചെയ്യണം. ആ കുട്ടി അത് ഗ്രാസ്പ് ചെയ്യുന്ന ഏറ്റവും നല്ല ടൈമാണ് 3 വയസ്സ് വരെയുള്ള ടൈം. 3 വയസ്സിന്റെ ശേഷം അത് ഇപ്പോൾ 3 വയസ്സ് വരെയുള്ള സമയം മൈദ കുഴക്കണ നേരമാണ്. ഒരു ചപ്പാത്തിൻ്റെ രൂപം പറയുകയാണെങ്കിൽ പിന്നെയുള്ള ടൈം അത് ചപ്പാത്തിയായി മാറുന്ന ടൈമാണ് കംപ്ലീറ്റ്. നമ്മൾ ചപ്പാത്തിയായി മറിച്ചിട്ട് കറി ഒഴിച്ച് കുഴച്ചതിൻ്റെ ശേഷമാണ് പൊടിയേക്കലിനെ പറ്റി ചിന്തിക്കുക. ഇതേ സാധനം വെച്ചിട്ട് അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പം ആ ഒരു ലെവലിൽ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റണം. പിന്നെന്താ അറിയോ, നിങ്ങളെ കുട്ടി നിങ്ങളെക്കാളും നന്നായിരിക്കും. ഇപ്പോൾ ചില എക്സ്പീരിയൻസ് എനിക്ക് പറയാനുണ്ട്, സമയത്തിൻ്റെ കുറവുണ്ടെ ചുരുക്കാണ്. പിന്നെ നമ്മളെ പ്രോഫ് കോണിൽ നമ്മൾ ഇങ്ങനെ കിട്ടിയൊരു അവസരത്തിൽ നടത്തിയ ഒരു സ്പീച്ച് ഉണ്ട്. അതിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ അനുഭവസ്ഥരുടെ ഒക്കെ വീഡിയോസ് അതിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. യൂട്യൂബിൽ പോയാൽ പ്രോഫ് കോണിൽ നമ്മളെ സ്പീച്ച് കിട്ടും. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിയാൽ ഭയങ്കര സ്പീച്ചായിട്ട് പറയല്ല, എനിക്ക് ടൈം ലാഭിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഒരു കുട്ടി ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒരു IIT പഠിക്കുന്ന ഒരു കുട്ടി, ഒറ്റ കുട്ടിയുള്ളൂ. 10,000-4,000 കുട്ടികൾ പഠിക്കണ ഇന്ത്യയിലെ ഏറ്റവും ടെക്നിക്കൽ രംഗത്തെ ഏറ്റവും വലിയൊരു സ്ഥാപനം. അവിടെ നമ്മൾ സ്കോഡ് ചെന്നപ്പോൾ നിസ്കരിക്കാൻ നേരമായപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി അവൻ നമ്മൾ വിളിച്ചുകൊണ്ട് പോകണം. എങ്ങോട്ട് അറിയോ? പഴയ മെസ്സിലേക്ക്. പഴയ മെസ്സ് അടിച്ചു തുടച്ച് വൃത്തിയാക്കി വൈറ്റ് വാഷ് ചെയ്ത് അവിടെ നല്ല മുസല്ലൊക്കെ വിരിച്ച്, പാപ്പനോട് ഗൾഫിൽ നിന്ന് പിന്നെ കൊണ്ടുവച്ച മുസല്ലൊക്കെ വിരിച്ച് അവിടെയാണ് നിസ്കാരം. അത് അവൻ ഉണ്ടാക്കിയതാണ്. നമ്മളെ കുട്ടി നമ്മൾ വിരിച്ചെടുത്ത മുസല്ലയിൽ നിസ്കരിക്കാത്ത പ്രശ്നം നമുക്കുള്ളത്. ഇത് ഉന്നതമായ ഒരു ക്യാമ്പസിലെത്തിയിട്ട് ജമാഅത്ത് നിസ്കരിക്കാൻ വകുപ്പില്ലാഞ്ഞിട്ട് അവൻ സ്വയം എന്ത് ചെയ്യാണ്, പള്ളി ഉണ്ടാക്കാണ്. പിന്നെ റൂമിൽ നിസ്കരിച്ചാൽ ശരിയാവില്ല എന്ന് അവൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പള്ളിയുടെ ഒരു അന്തരീക്ഷം മുസല്ല അവൻ ഉണ്ടാക്കണത്. എന്നിട്ടൊരു ബോർഡ്, സുബഹിന് വിളിക്കേണ്ടവർ ഇവിടെ പേരെഴുതി വെക്കുക എന്നാണ് അതിലുള്ളത്. അപ്പൊ കുറെ കുട്ടികൾ പേരെഴുതിയാണ്. അപ്പൊ എല്ലാവരും സുബഹിന് ഇവിടെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കുട്ടി എങ്ങനെ ഉണ്ടായി വന്നത്? ആ കുട്ടിക്ക് കിട്ടേണ്ട ചില വെളിച്ചങ്ങൾ കിട്ടിയതുകൊണ്ടാണ്. ആ കുട്ടിക്ക് കിട്ടേണ്ട ചില വെളിച്ചങ്ങൾ കിട്ടിയതുകൊണ്ടാണ്. ആ വെളിച്ചം എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും, ക്യാമ്പുകളിൽ നിന്ന് കിട്ടും, മദ്രസയിൽ നിന്ന് കിട്ടും. മദ്രസയിൽ നിന്ന് കിട്ടണം. മദ്രസയിൽ നിന്നത് കിട്ടാൻ എന്തൊക്കെ തടസ്സമുണ്ടോ ആ തടസ്സങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് പോകണം. കാരണം ഇവിടെ ഈ പാത്രത്തിൽ, മദ്രസ എന്ന മനസ്സിന്റെ പാത്രത്തിൽ ഒഴിക്കേണ്ടത് അപ്പോഴേ ഒഴിക്കാൻ കഴിയുള്ളൂ. അത് അനിവാര്യമായി അപ്പോൾ ഒഴിച്ചിരിക്കണം. അത് വീട്ടിൽ നിന്ന് ഒരാളെ വിളിച്ചിരുത്തി പഠിപ്പിച്ചാലൊന്നും അത് പൂർണ്ണമാവില്ല. അത് മദ്രസയായിട്ട് തന്നെ നടക്കണം. അതിനുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ നമ്മൾ പോവുകയാണ്. അപ്പം അവിടെ കുറച്ചുകൂടി ഓപ്പണാണ്, ലിബറലാണ്. ട്രെയിൻ ഇറങ്ങി നേരെ അവൻ്റെ റൂമിൽ പോയിട്ട് അവിടുന്ന് കുളിച്ച് ഫ്രഷായിട്ട് ആണ് പോണത്. ഒരു സുബൈൻ്റെ സമയമാണ്. അപ്പം പെട്ടിൻ്റെ ഒരുപാട് സദസ്സിൽ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. പെട്ടിൻ്റെ മേലെ മുസല്ല ഇരിക്കണ്ട. അപ്പം നമ്മൾ ചോദിച്ച് ഇപ്പം ഇവിടുന്ന് തന്നെടാ ഫർളും
ഓക്കെ എന്ന് വെച്ച്. അപ്പോൾ അവിടെ വെള്ളമടിച്ച് എക്സാം ഇന്നലെ തീർന്നതിൻ്റെ ആവേശം തീർത്ത കുറേ കുട്ടികൾ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കണ്ടില്ല നിങ്ങൾ? ഇന്നലെ രാത്രി ഫുള്ള് ഇവിടെ വെള്ളടിയായിരുന്നു. ഇവിടെ കിടന്ന് ഞാൻ മരിച്ചാൽ റഹ്മത്തിൻ്റെ മലക്ക് വരുമെന്ന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഇവിടുന്ന് സുന്നത്ത് നിസ്കരിക്കും, ഫർദ് നിസ്കരിക്കാൻ ഞാൻ പോകലാണെന്നാണ്. അവിടെ ആലോചിച്ചോക്ക്, എവിടുന്നാണ് ആ ചിന്ത വരുന്നത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നണത്. ഇവിടെ സുന്നത്ത് നിസ്കരിക്കേണ്ട ലക്ഷ്യം ഇവിടെ റഹ്മത്തിൻ്റെ മലക്ക് വരണം എന്നുള്ള ചിന്തയാണ് അവൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടിയായി നമ്മളെ കുട്ടി മാറും. അതിനെന്ത് വേണമെന്നറിയോ? ഞാൻ ആദ്യം പറഞ്ഞ പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം. രണ്ടാമത് പറഞ്ഞ നമ്മൾ പഠിച്ച് കുട്ടീനെ എങ്ങനെ ഗൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തണം. മൂന്നാമത് പറഞ്ഞ നമ്മളുടെ വീട്ടിലൊരു വിശാലതയും സ്നേഹവും അംഗീകാരമൊക്കെ ഉണ്ടാകണം. നാലാമത് പറഞ്ഞാൽ നമ്മുടെ ഉപദേശങ്ങൾ കൃത്യതയും വ്യക്തതയുമുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നൊരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടായി വരികയാണ് വേണ്ടത്. നമ്മളെ സംഘടനാ രംഗത്ത് പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഞാനന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ എൻ്റെ ഗുരുനാഥനായ ഒരാൾ പറയാണ്, പ്രൊഫ് കോണൊക്കെ 2 എണ്ണക്കായി മാറുന്ന ഒരു പശ്ചാത്തലമുള്ളതാണ്. അപ്പോൾ നമ്മളെ 3-4 ആൾക്കാരെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഓരോ പ്രൊഫ് കോണാണ് പ്രൊഫ് കോണ്. അയാൾ ഒരിക്കലും ദീനിയല്ല എന്ന് പറഞ്ഞാൽ അയാൾ ഒരിക്കലും സുന്നത്തിനോടൊന്നും കണിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ ഇഖ്വാനിയാണെന്ന് സ്വയം പറയുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ കാരണം അയാൾ പറഞ്ഞ എന്താ നിങ്ങൾ, എൻ്റെ മോന് പ്രൊഫ് കോണിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരു കെട്ട് CD കൊണ്ടുവന്നാണ്, രാവിലെ ഉണ്ട് സുബൈക്ക് പള്ളിക്ക് എണീറ്റ് പോണ്. ഓനെ അങ്ങനെ ആക്കാൻ പറ്റണമെങ്കിൽ പ്രൊഫ് കോൺ വലിയ സംഭവം തന്നെയാണ്. അതാണ് മൂപ്പരെ ന്യായം. അപ്പോൾ എത്ര മോശം കുട്ടിയാണെങ്കിലും കിട്ടേണ്ട ചില മെസ്സേജുകൾ കിട്ടി എന്ത് ചെയ്യും, കുട്ടികളെ റെഡിയാവും ഞാൻ പറയണത്. ഇപ്പൊ CREന്റെ ഒരു കേരളത്തിലെ എല്ലാ തെരുവുകളിലും കാണുന്ന ഒരു ബോർഡുണ്ട്, ഒരു ലെറ്ററുള്ള ബോർഡ്. ആ ലെറ്ററിൽ എന്താ, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടൊരു കുട്ടി എഴുതിയ കത്താണ്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് രക്ഷപ്പെട്ട് കൗൺസിലർ അവസാനം അവളെടുത്ത് പറഞ്ഞു ഇനി മതപരമായ ഉപദേശമുള്ള സദസ്സ് പോകണമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ സദസ്സ് തേടിയപ്പോൾ EK വിഭാഗത്തിൽപ്പെട്ട ആ കുടുംബത്തിന് കിട്ടിയത് കണ്ണൂരിലെ നമ്മുടെ ഒരു CRE സെൻ്റർ ആയിരുന്നു. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് CRE സെൻ്റർ ആയിരുന്നു. അപ്പോൾ ഒരു കുട്ടിയെ, ആ കുട്ടി എഴുതുന്ന വെച്ചാൽ എന്നെ നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്കും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും തിരിച്ചു വിളിച്ച CREക്ക് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണെന്നാണ്. നമുക്ക് CRE ഉണ്ട്, CREയിൽ തുച്ഛം കുട്ടികൾ 10-20 കുട്ടികളാണ്. മൊത്തം വന്ന കുട്ടികളെ കൈയൊക്കിപ്പിച്ചപ്പോൾ വളരെ കുറച്ച് കുട്ടികൾ എത്തണുള്ളൂ. നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് നിർബന്ധിച്ച് കൊണ്ടുവരണേ വേണ്ടേ. ഒരു സ്ഥലത്ത് CREക്ക് വേണ്ടി ചെന്നപ്പോൾ CREക്ക് നമ്മൾ വരണമെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരു പയ്യൻ ഒരു ടാബ് കയ്യിൽ തന്ന് മൊട്ടടിച്ചിട്ട് ഫുള്ള് പെയിന്റ് അടിച്ചൊരു കുട്ടി. അപ്പോൾ ഈ ഫോട്ടോ തന്നത് എന്തിനാന്ന് വെച്ചാൽ CREക്ക് നമ്മൾ സ്ഥിരം ചെല്ലണം എന്ന് പറയാനാണ്. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഈ ഫോട്ടോയിൽ കാണുന്ന ആളായിരുന്നു പണ്ട് ഞാൻ, മൊട്ടടിച്ച് കളറൊക്കെ കൊടുത്ത് ഭയങ്കര തലയിലൊക്കെ ഇന്ത്യൻ്റെ പതാകയൊക്കെ വരച്ച ഒരാൾ. എന്നെ എങ്ങനെ ആക്കിയത് CRE ആണ്. അതുകൊണ്ട് CREക്ക് വിളിച്ചാൽ വരണം, CREക്ക് ക്ലാസ് എടുക്കാൻ നല്ല ആളുകളെ കിട്ടണം എന്നാണ് അവൻ്റെ ന്യായം. അപ്പോൾ ധാർമ്മിക രംഗത്ത് വളരെ വ്യവസ്ഥാപിതമായ സിസ്റ്റം നമുക്കുണ്ട്. എന്താ, ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങുന്ന സുരക്ഷിതത്വം. എന്താ ഗർഭപാത്രത്തിലെ സുരക്ഷിതത്വം? CRE ക്ലാസ്സിലും വിജ്ഞാനവേദിയിലൊക്കെ പഠിച്ച ഉമ്മാക്ക് എങ്ങനെയാണ് ഗർഭകാലം ചെലവഴിക്കേണ്ടതെന്ന് അറിയാം. അതാണ് ഗർഭപാത്രത്തിലെ സുരക്ഷിതത്വം. കുട്ടി ജനിച്ചു വീണാൽ അവന് കൊടുക്കേണ്ട കളിപ്പാട്ട് എന്താ? തോക്കും കത്തിയും കൈക്കോട്ടും അല്ല അവന് കൊടുക്കണ്ടേ. അവന്റെ പ്രായത്തിനൊത്ത കളി ഉപകരണങ്ങൾ കൊടുക്കണം എന്നുള്ള ഡയറക്ഷൻ തൊട്ട്, തൊട്ടിലെ പാട്ട് തൊട്ട്, പിന്നെ അവൻ ബാലവേദിയാകാണ്, പിന്നെ അവന് സ്കൂൾ വിങ് ആകാണ്, പിന്നെ അവന് നേരെ ഹൈസ്കൂൾ വിങ് ആകാണ്, പിന്നെ ഹയർ സെക്കൻഡറി ആകാണ്, പിന്നെ ഏത് ക്യാമ്പസിൽ ചെന്നാലും അവനെ വല വീശി പിടിക്കാൻ അവിടെ ആളുണ്ട്. മയക്കുമരുന്ന് മാഫിയ വല വീശി പിടിക്കുന്നതിലേറെ വ്യവസ്ഥാപിതമായി അവനെ ട്രാപ്പ് ചെയ്ത് പള്ളിയിലെ 1ാമത്തെ സൊഫിൽ എത്തിക്കാനുള്ള ആളുകളുണ്ട്. പക്ഷേ വാപ്പാരിക്ക് ഇത്തിരി മനസ്സ് വേണം. മനസ്സിലായില്ലേ? വാപ്പാരിക്ക് ഇത്തിരി മനസ്സ് വേണം, അമ്മമാർക്ക് അതിലേറെ വലിയ മനസ്സ് വേണം. പിന്നെ അവൻ കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലി തുടങ്ങിയാൽ അവന് ഫോക്കസ് ഉണ്ട്. അവനങ്ങനെ വളർന്നു വലുതായി കാരണവരായി അവസാനം അവനെ തസ്ബീത്തും ചൊല്ലി, ഖബറും പുറത്തുനിന്ന് തസ്ബീത്തും ചൊല്ലിയിട്ട് ഇസ്ലാഹി കൂട്ടായ്മ തിരിച്ചു വരുന്നുള്ളൂ. അത്ര ശക്തമായ ഒരു സെക്യൂരിറ്റിയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് പോണത്. ഞാൻ 2 പോയിന്റ് കൂടി വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 6ാമത്തത്, പരിരക്ഷയുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയെ നിങ്ങൾ കുട്ടിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത പലതും ആ കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ പറ്റും. ആ കൂട്ടായ്മ ആരാ? കേരളത്തിലുള്ള നമ്മളാരെങ്കിലും ഇവിടുത്തെ കുട്ടികളെ കാര്യം നോക്കുന്നല്ല ഇതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ഇവിടെയുള്ള കുട്ടികളെ ഒരു ടീമാക്കി മാറ്റണം. മനസ്സിലായില്ലേ? ഇവിടെയുള്ള കുട്ടികളെ ഒരു ടീമാക്കി മാറ്റണം. അവരുടെ സന്തോഷവും ദുഃഖമൊക്കെ അവർ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തണം. അത് അൽഹംദുലില്ലാ നമുക്ക് വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം എനിക്കറിയാം. എൻ്റെ വാപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്കൂളൊരു കളിയും കളിക്കാൻ പറ്റിയിട്ടില്ല. സ്കൂൾ അറബി മാഷ് വാപ്പാൻ്റെ അടുത്ത സുഹൃത്താണ്. അത് കഴിഞ്ഞ് ഞാൻ +2 ചെന്നെടുത്ത് ഒക്കെ ഒന്നിങ്ങനെ കളിക്കാൻ തീരുമാനിച്ചപ്പോഴാണ്
അവിടെ ചെന്ന അന്ന് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ വേണ്ടി 2-3 താടിക്കാർ നിൽക്കുന്നുണ്ട്. MSMന്റെ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെയും നടന്നില്ല. അവസാനം വാപ്പ എനിക്ക് ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് വാങ്ങിച്ചു. കാരണം അവിടെ വളരെ ശക്തമായ ബെൽറ്റ് ഉണ്ട്. MES എഞ്ചിനീയറിംഗ് കോളേജിൽ വളരെ ശക്തമായ CRE ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് അധ്വാനിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു കെണിന്ന് കൈസിലാകണം. അങ്ങനെ എനിക്ക് പിന്നെ എന്ത് ചെയ്തു, നോർമലി എനിക്ക് കിട്ടി, ഏത് എഞ്ചിനീയറിംഗ് കോളേജിലും കിട്ടാവുന്ന വിധമുള്ള റാങ്ക് എനിക്ക് കിട്ടി. ഞാൻ ഇന്ന എഞ്ചിനീയറിംഗ് കോളേജ് തിരഞ്ഞെടുത്തു. അവിടെ ചെന്നപ്പോൾ 4-5 ദിവസം ഒരു പ്രശ്നമല്ല, 6ാമത്തെ ദിവസം ഉണ്ട് 6 താടിക്കാർ. മനസ്സിലല്ലേ? ഇപ്പോൾ M.Tech കഴിഞ്ഞ് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്ത് പറഞ്ഞെന്താ അറിയോ, ആ സലാം പറയലുകൾ എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നുള്ള സ്റ്റേജിലും ഇന്നുള്ള അവസ്ഥയിലും ഞാൻ എത്തുമായിരുന്നില്ല എന്നത് ഷെയർ ചെയ്തത് ഞാൻ ഓർക്കാണ്. അപ്പോൾ ഇത്തരം ഒരു കൂട്ടായ്മ ഉണ്ടാകണം. അതിന് കുട്ടികളെ വിട്ടാൽ ഓന് പരീക്ഷയാണ്, ഓന് പരീക്ഷയിലല്ല മാർക്ക് കിട്ടും, കൂട്ടത്തിൽ ഓൻ പലതും ശരീരത്തിൽ കുത്തി കയറ്റലും തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ കണ്ണും മോറൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും പഠിച്ചോനെ പോയിട്ട്. അപ്പം മാത്രം മനസ്സിലാണ് അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങളെ കുട്ടി എഞ്ചിനീയറും ഡോക്ടറും അതിലൊരു കുഴപ്പമില്ല കൂട്ടരെ. അവൻ പുഴുവരിക്കുന്നവന്റെ മേനി വിട്ട് യാത്ര പുറപ്പെട്ട പറിച്ചെടുക്കപ്പെട്ട ആത്മാവിന് സുഖം കിട്ടുന്നില്ലേറെ വലിയ ഒന്നുമില്ല. അവിടേക്ക് വരിങ്ങൾ അപ്പൊ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഡോക്ടറും ആകും, എഞ്ചിനീയർ ആകും, IAS ആകും, IPS ഒക്കെ ആകും. പരീക്ഷ ഓൾ ഇന്ത്യ എൻട്രൻസിൽ 9ാം റാങ്ക് കിട്ടിയ സുഹൃത്തുക്കൾ നമുക്കുണ്ട്, 2ാം റാങ്ക് കിട്ടിയ സുഹൃത്തുക്കൾ നമുക്കുണ്ട്, 7ാം റാങ്ക് കിട്ടിയ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഓരോ എൻട്രൻസും കഴിയുമ്പോൾ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് ട്രയംഫ് എന്ന് പറഞ്ഞ പരിപാടി നടക്കലുണ്ട്. 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ സമ്മാനത്തിന്റെ വകയിൽ നമുക്ക് ചെലവുണ്ടാവും. എന്താ കാരണം? നമ്മളെ കുട്ടികൾ ആ രംഗത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതിൽ 9ാം റാങ്ക് കിട്ടിയൊരു കുട്ടി പറഞ്ഞൊരു വാചകം പലപ്പോഴും നമ്മൾ കോട്ട് ചെയ്യലുണ്ട്, നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ പഠിച്ചത് 2 മണിക്കൂർ നിങ്ങൾക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടണമെങ്കിൽ ഇത്തരം നന്മയുടെ കൂട്ടായ്മകളിൽ നമ്മൾ ഉണ്ടാകണമെന്ന് ആ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ രംഗത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തണം. എൻ്റെ ഒരു സുഹൃത്ത് നമ്മളിങ്ങനെ ക്യാമ്പുകളിലൊക്കെ എങ്ങനെയാണ് MSMൽ എത്തിപ്പെട്ട്, എങ്ങനെയാണ് ISMൽ എത്തിപ്പെട്ട് എന്നൊക്കെ ഇങ്ങനെ പരിചയപ്പെടലൊക്കെ ഉണ്ടാവും. ഓരോരുത്തർ അവനെൻ്റെ അനുഭവമൊക്കെ പറയും. അപ്പോൾ ഒരിക്കലും സുഹൃത്ത് പറഞ്ഞാൽ എന്താ അറിയോ, അദ്ദേഹം എല്ലാ മീറ്റിങ്ങിലും നിർദ്ദേശം എഴുതാനുള്ള അവസരത്തിൽ എഴുതും, നമ്മൾ SMS പോരാ, കുട്ടികൾക്ക് കത്തയച്ച് മീറ്റിംഗ് അറിയിക്കണം. അപ്പം അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എന്താ അറിയോ, കത്തയക്കണ സംസ്കാരം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നത്തെ അവസ്ഥയിൽ എത്തുമായിരുന്നില്ല. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ നല്ല സ്റ്റാറ്റസ് ഉണ്ട്, അൽഹംദുലില്ലാഹ്, നല്ല റാഹത്തിലുള്ള ഒരാളാണ്. എൻ്റെ ഉമ്മ എനിക്ക് മീറ്റിങ്ങിൽ വരാനുള്ള കത്ത് വരുമ്പോൾ ആ കത്ത് എടുത്തു വെക്കും. പലയിടത്തും പോയി അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ഓഹരി ഉമ്മ അങ്ങനെ മാറ്റി വെക്കും. മീറ്റിങ്ങിൻ്റെ ദിവസമാകുമ്പോൾ പൈസ എനിക്ക് എടുത്തു തരും. ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ട്, മോൻ പൊയ്ക്കോ എന്ന് പറയും. അങ്ങനെ എൻ്റെ ഉമ്മ എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ ആകാൻ പറ്റിയെന്നാണ്. അങ്ങനത്തെ അമ്മമാരായിക്കോളി നിങ്ങൾ. കുട്ടികളെ പരീക്ഷ, കുട്ടികളെ പഠനം, അങ്ങനത്തെ ടെൻഷൻ്റെ അടിയിൽ കിടന്നിട്ട് ആകണീന് പകരം MSMന്റെ നല്ലൊരു ബെൽറ്റ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ്. 7ാമത്തത് കാഴ്ചപ്പാടുകൾ നൽകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാഴ്ചപ്പാടുകൾ നൽകുക പല രീതിയിലുള്ള പിന്നെ സംഗതികളെ സംബന്ധിച്ച്, പഠനത്തെ സംബന്ധിച്ച്, സമ്പത്തിനെ സംബന്ധിച്ച് ഒക്കെ. നമ്മളെ കുട്ടി ഒരു പച്ചയായ മനുഷ്യനാവാൻ ആവശ്യമായ കാര്യങ്ങൾ. ഒരു രോഗസന്ദർശനത്തിന് പോകുമ്പോൾ അവനെ കൂട്ടുന്നു, ഒരു ജനാസ നിസ്കരിക്കാൻ പോകുമ്പോൾ അവനെ കൂട്ടുന്നു, ഒരു ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ അവനെ കൂട്ടുന്നു, കാണിച്ചു കൊടുക്കുന്നു ഖബറ്. നോക്ക് മോനെ, ഖബറൊക്കെ ഒന്ന് നോക്ക്. ഉപ്പച്ചി ഖബറിൽ കിടക്കുമ്പോൾ വരുമോ നിസ്കരിക്കാൻ? വരുമോ? ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുമോ? ഇങ്ങനെ പ്രാക്ടിക്കലായി ഓരോന്നിലുള്ളൊരു വെളിച്ചം കുട്ടിക്ക് നൽകുക എന്നുള്ളത് നല്ല അത്യാവശ്യമാണ്. ഔദ്യോഗിക ഭാഷ ഒഴിവാക്കി ഒരു സ്നേഹത്തിന്റെ ഭാഷയിലേക്ക് നമ്മൾ വരിക എന്നുള്ളത് പ്രധാനമാണ്. 8ാമത്തെ കാര്യം ഞാൻ വളരെ ചുരുക്കി പറയണ, ചതിക്കുഴികൾ കൊണ്ടേ കുട്ടികളെ ഇടരുത് എന്നുള്ളതാണ്. TV ചതിക്കുഴിയാണ്, ടാബ് ചതിക്കുഴിയാണ്, വേഗം വാങ്ങിച്ചത്. മാത്രമല്ല കരഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ നേടിക്കൊടുക്കരുത്. കരഞ്ഞിന്റെ പേരിലൊരു സംഗതിയും ചെയ്തു കൊടുക്കരുത്. കരഞ്ഞാൽ പറയാ നല്ല രസമുള്ള കരച്ചിലാണ്, കുറച്ചും കൂടി ഇറക്കണ കരണം നല്ലതാണ്. ചൂടാകാതെ പറയാം, ഓ എന്താ ഇടണം കരച്ചിലിന്റെ, അപ്പൊ ഒന്നും കൂടി തീവ്രമാവും. പക്ഷെ 4 മിനിറ്റ് കൊണ്ട് ആ കരച്ചിൽ നിൽക്കും, 4 മിനിറ്റ് കൊണ്ട് ആ കരച്ചിൽ നിൽക്കും. കരഞ്ഞാൽ വീട്ടിൽ കാര്യം നടക്കും എന്നുള്ള അവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ നമ്മള് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെയല്ല. മനസ്സിലല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യാം, 2 കൂടി കൊണ്ട് കൊടുക്കും. അപ്പൊ പിന്നെ വേദനിച്ചിട്ട കാര്യം, മറ്റേത് മറന്നിട്ടുണ്ടാവും. വല്ലാത്തൊരു വണ്ടിയും വലിയത്. ഇങ്ങനെ ഓരോരുത്തരും ഡിക്ഷണറിയിലുള്ള സ്പെഷ്യൽ വാചകങ്ങൾ ഉണ്ടാവും. ലാംഗ്വേജ് ഏതാണെന്ന് അറിയാത്ത ചില ഭാഷകളുണ്ട്, തൊണ്ടൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നേ. മലയാളത്തിൻ്റെത് എഴുത്തച്ഛനാണ് ഭാഷ, എൻ്റെ ആള്. ഇതിൻ്റെത് ഇബിലീസാണ്. മനസ്സിലല്ലേ? അതൊക്കെ വിടുക. അതൊക്കെ വിട്ടിട്ട് ഒന്നാണ് കോമഡി ആക്കുക, പോയിട്ട് ഒന്ന് ഇക്ലി ആക്കുക,
ഒന്നുകൊണ്ട് എടുക്കുക. അപ്പം നമ്മൾ തല്ലൊക്കെ ചെയ്യും. നിങ്ങൾക്ക് നല്ല വേദനയാണ്, ഞാനും കയറിപ്പോ. മനസ്സിലായില്ലേ? ഈ ഒരു ഡീലിങ്സിലേക്ക് നമ്മൾ പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടിക്ക് നമ്മൾ ഇതൊക്കെ കൊടുത്താൽ, എനിക്ക് വളരെ പേടിയോടുകൂടെ ഞാൻ പറയണേ, ഈ പോയിന്റ് പൂർത്തീകരിക്കാൻ എനിക്ക് അവസരമില്ലാത്തതുകൊണ്ട് യൂട്യൂബിലുണ്ട് ഒരു ചെറിയ സ്പീച്ച്, വളരെ ഇൻഫോർമേറ്റീവായ സ്പീച്ചൊന്നുമല്ല, എന്നാലും നമ്മൾ പേരടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. സോഷ്യൽ മീഡിയ ചതിക്കുഴികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കുണ്ട്. അതിൽ ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അതിൻ്റെ അവസാന ഭാഗത്താണ് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കതിൽ ഭയങ്കര വിവരമുണ്ടായിട്ട് പറഞ്ഞല്ല, ഈ വിഷയങ്ങൾ വരുന്നതുകൊണ്ട് അതിങ്ങനെ പഠിക്കാൻ ശ്രമിച്ച് നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അതൊന്ന് നിങ്ങൾ കേൾക്കാന്നാണ് ആ വിഷയത്തെ പറ്റി. അല്ലെങ്കിൽ സമയം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ വെറുതെ എങ്ങനെ പിന്നെ കോമഡി സിനിമയൊന്നും അല്ലല്ലോ, കോമഡി കുട്ടി കണ്ടോട്ടെ അല്ലേ? ടിൻറ്റുമോന്റെ വിറ്റ് മായാവി എന്താ പറയുക നിങ്ങള്? രാജു മായാവി എന്ന് വിളിച്ചാ മായാവി വരും, അള്ളാഹുവേ എന്ന് വിളിച്ചാൽ അള്ളാഹു വരില്ലല്ലോ. എനിക്ക് അള്ളാഹുവിനല്ല, എനിക്ക് മായാവിനാണ് ഇഷ്ടം എന്ന് പറഞ്ഞൊരു കുട്ടി. രാജുവിനെ രക്ഷിക്കാൻ കുട്ടൂസിന്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ വരുന്നുണ്ട് അല്ലേ? ഇങ്ങനത്തെ കുറെ ഇമാജിനറി ലോകത്തെ കഥാപാത്രങ്ങളല്ല കുട്ടിയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. കുട്ടിക്ക് തുമ്പിനെയും പാറ്റനെയും, ഇവിടെ ഗൾഫാണ്, ഇവിടെ തുമ്പിയും പാറ്റൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഉള്ളത് ഉണ്ടാവുമോ? ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? രാത്രി 12 മണിക്ക് 1-ന്റെ ശേഷം നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകാൻ പറ്റുമോ? അങ്ങനത്തെ സ്ഥലം ഉണ്ടോ? നിങ്ങൾ നല്ല ഉഷാറായിട്ട് പായ വിരിച്ചിട്ട് നീന്താണ് കടന്നോളി. നിങ്ങൾക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ കുട്ടികളെ പെണ്ണുങ്ങൾ നോക്കിക്കോളൂ. ഓരവിടെ ഓടട്ടെ, ചാടട്ടെ, ഓല് പൂഴിയിൽ കളിക്കട്ടെ, ഓരവിടെ മണ്ണ് കുഴച്ചിട്ട് അതുകൊണ്ട് വീടുണ്ടാക്കട്ടെ, കൊടുക്കും പണി കൊടുക്കും. ഓരോ പ്രായത്തിനൊത്ത സംഗതികൾ ഇതൊക്കെ ആരാ പറഞ്ഞുതരാം? ഇതിനൊക്കെ പറ്റിയിട്ട് ഗവേഷണം നടത്തി സംഘടനയിൽ ചില സാധനങ്ങളൊക്കെ ചെയ്യണം. പിന്നെ സംഘടനക്ക് ഇപ്പൊ അതല്ലേ പണി. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുട്ടിക്ക് വേണ്ട നമ്മൾ ചെയ്യണം, നമ്മൾ ആലോചിക്കണം എന്താന്ന് വെച്ചാൽ കുട്ടിയൊക്കെ ഒരു ഊർജ്ജം ഉണ്ടാവും അല്ലെ? നിങ്ങൾക്കൊരു പണി എടുക്കാം. ഇപ്പോൾ വീട്ടില് തേങ്ങ ഇങ്ങനെ കൂട്ടിയിടണം. അപ്പോൾ ഇവിടെ ഇരുന്ന് എഴുതാൻ മൂപ്പര് സമ്മതിക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ആ തേങ്ങ ഫുള്ള് അവിടെ കൊണ്ടുപോയിട്ടാല് ഫുള്ള് ഏയിക്കറന്ന് പറഞ്ഞു. എനിക്കത് എഴുതണോ? ഓനോരോ തേങ്ങ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓൻ്റെ ഊർജ്ജം അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ പണിയും കഴിഞ്ഞപ്പോൾ നമ്മൾ ആ നിൽക്കുന്ന ഡീൽ ചെയ്താൽ മതി. പ്രശ്നം തീർന്നു. ഊർജ്ജം തിരിച്ചു വിടുക. പലയിടത്തും കൊണ്ടുപോയിട്ട് കുറെ ചിരട്ടിയിൽ വെള്ളം വെച്ചെടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. എന്തിനാ? അത് കുറച്ചൊരു മാനേജ് ചെയ്യാം, കുറച്ച് സമയം അതിമ പോയിക്കോളും. അതിൽ വേറെ മെസ്സേജും ഉണ്ട്. ഒരു കിളി വന്ന് വെള്ളം കുടിക്കണോ നോക്കി ഇങ്ങനെ നടക്കും. ആ കിളിക്ക് വെള്ളം കൊടുക്കണം. ആ കിളിക്ക് പെപ്സി കിട്ടാല്ല, ആ കോള കിട്ടാല്ല, സ്പ്രൈറ്റ് കിട്ടാല്ല, ഒന്നും കിട്ടാല്ല. ബക്കറ്റ് കൊണ്ട് മുക്കാൻ പറ്റൂല. ദാഹിച്ച കിളി ചത്തുപോകൂലേ? അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു വികാരമാണ്. അപ്പൊ അങ്ങനെ തെരഞ്ഞ് നടക്കാണ്. അടുത്ത ചിരട്ട വെക്കണം, അവിടെ ഒരു കിളിയുണ്ട്. ഇതിന്മേരിക്കും കുട്ടി ഉണ്ടാകുക. ഞാൻ FB-ലും പോസ്റ്റ് ഇട്ടിരുന്നു, കിളികൾക്ക് പാനജലം എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് ആളുകൾ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് ആരൊക്കെ അതിന്റെ താഴെ FB-ൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനത്തെ ചില വഴികൾ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. കൃഷി, ഫ്ലാറ്റിന്റെ മേലെ കൃഷി ചെയ്യാൻ പറ്റുമെങ്കിൽ കൃഷി ചെയ്യണം. എന്നിട്ട് നമ്മളെ മോന്റെ പേരെവിടെ കണ്ട് ചോദിച്ചാൽ മതി, റസാഖ് ഫാം അല്ലേ? നല്ലൊരു ഇതിൽ എഴുതിയിട്ട് അവിടെ വെക്കുന്നു. ഇങ്ങനത്തെ കുറച്ച് വർക്കുകളിലേക്ക് നമ്മൾ പോകണം എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഇത് വെറും തോക്കുമ്പിയും കത്തുമ്പിയും നിർത്താൻ പറ്റുന്ന എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ വിചാരിക്കേണ്ടതില്ല. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പിലുള്ളതാണ്. ഇംഗ്ലീഷിന്റെ ടീച്ചർ കുട്ടീനെ തച്ചപ്പോൾ, നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷിന്റെ ടീച്ചർ കുട്ടീനെ തച്ചപ്പോൾ കുട്ടി ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് വെച്ച്, സാറേ കുട്ടികളെ തല്ലാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയില്ലേ? സാറിന്റെ ചോറ് മുടക്കേണ്ട എഴുതിയിട്ടാണ്, ഇല്ലെങ്കിൽ എനിക്കറിയാൻ പണി. മനസ്സിലായെങ്കിൽ അതാണ് കുട്ടികളെ ലോകം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ പോൺ സൈറ്റുകൾ, ഇത്തരം കാര്യങ്ങൾ ഇതിൽ സംഭവിക്കാൻ തരങ്ങൾ ആ വിഷയങ്ങൾ പഠിച്ചാലറിയാം. എന്താ പറയുക, ഇതിൻ്റെ നെറ്റിലൊക്കെ കിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഈ പോൺ സൈറ്റുകൾ അല്ലെങ്കിൽ വൃത്തികെട്ട ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ ചില ഹോർമോൺസ് പുറത്തു വരുന്നുണ്ട്. ആ ഹോർമോൺസിന് 2 ഡയമെൻഷനാണുള്ളത്. ഒന്ന് ആക്രമണ വാസന, അടിച്ച് തകർത്ത് കൊന്നു കുഴിച്ചു വിടാൻ തോന്നും. അത് പൊതുവെ ഒരു ബോധ മനസ്സ് സമ്മതിക്കൂല. അപ്പൊ എന്താ ചെയ്യുന്നറിയോ? രണ്ടാമത്തെ മനസ്സ് വൃത്തികെട്ട ലൈംഗിക കർമ്മങ്ങളിലേക്ക് കടക്കും. അതുണ്ടാകുക അത് തലച്ചോറിന് ശക്തമായ ആഘാതങ്ങൾ ഉണ്ടാക്കും. വേസ്റ്റ് ഇങ്ങനെ ഉണ്ടാകണം, വേസ്റ്റ് ഇങ്ങനെ ഉണ്ടായി വരിക എന്നുള്ളതാണ്. ബോഡിയിൽ വേസ്റ്റ് ഉണ്ടായി വരും, അത് ശരീരത്തെയും കോൺസെൻട്രേഷനൊക്കെ ബാധിക്കും. ഇന്നൊരു വല്ലാത്ത രോഗമായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഡ്രസ് കോഡിന്റെ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ എന്താ പറയണ്ട? മോളിപ്പോൾ പഴയ പോലല്ല, നിന്റെ തടി കൂടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നിന്റെ മാറിലേക്ക് നീ തട്ടം താഴ്ത്തിയിടണം. കാരണം വളരെ തെറ്റായി നിൽക്ക് നോക്കണ കുട്ടികളൊക്കെ ഉണ്ടാവും. അതൊമ്മേ ചെയ്യണ്ടേ ആളുകളൊക്കെ ഉണ്ടാവും. മാത്രമല്ല ബാഡ് ടച്ചും
ഗുഡ് ടച്ച് ഉണ്ട്. അത് നമ്മൾ ചെറിയ പ്രായത്തിൽ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മളെ ചെറിയ ക്യാമ്പിലൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. ഇന്നോടത്ത് തൊട്ടാൽ അത് ഗുഡ് ടച്ചാണ്, ഇന്നോടത്ത് തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മളെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞെടുത്ത് പഠിപ്പിച്ചെടുത്ത് കൊണ്ടുവരേണ്ടതാണ് അല്ലേ. ഇതിങ്ങനെ പറയുമ്പോൾ ഇതിപ്പോൾ എന്താ പരിപാടി എന്നുള്ള ആൾക്കാണ്. ഇല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആലോചിക്കണം. 3 വയസ്സായ കുട്ടീനെ എടുത്തുകൊണ്ടിട്ട് ദ്രോഹിച്ച് ഒരു മാംസകഷ്ണമാക്കി വലിച്ചെറിയുന്ന ചിത്രം നമ്മുടെ വീട്ടിൽ വരില്ലെന്ന് ആരും എന്ത് ചെയ്യണ്ട, വിചാരിക്കണ്ട. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ പോകാനെന്ന് പ്രത്യേകം പറയണേ. നമ്മളെ കുട്ടികളൊക്കെ നിക്കാബ് ഇടുന്നുണ്ട്, ഇപ്പോൾ പർദ്ദ ഇടുന്നുണ്ട്. ഇപ്പോൾ അത് ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇടണേ. നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഇത് ഇടുമ്പോൾ നിനക്ക് പുണ്യമുണ്ട്, ഇത് കെട്ടിയിട്ട് നിന്റെ മുഖത്ത് ചൂട് വരുമ്പോൾ അതിനുള്ള ഓഹരി കിട്ടുന്നുണ്ട്, ആ വിയർപ്പിന്റെ തുള്ളികൾ നിനക്കുള്ള ഹൈറാണ്, നീ എന്ത് ഭാഗ്യമുള്ള കുട്ടിയാണ്, എനിക്കതില്ലല്ലോ എന്ന് ഉപ്പാക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകണം. പിന്നെ 9ാമത്തെ പോയിന്റ്, വിവാഹപ്രായം എത്തിയാൽ കുട്ടികളെ വേഗം കെട്ടിക്കണം. പെൺകുട്ടികളെയും കെട്ടിക്കണം, ആൺകുട്ടികളെയും കെട്ടിക്കണം. അപ്പം നമ്മൾ ക്യാമ്പിൽ കുട്ടികളോട് പറഞ്ഞ, പെൺകുട്ടികളോടൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾക്ക് കല്യാണപ്രായമായാൽ നിങ്ങളെ വാപ്പങ്ങളെ കെട്ടിക്കണില്ലെങ്കിൽ നിങ്ങൾ കെട്ടിച്ചേരണമെന്ന് നമ്മളെപ്പോലത്തെ ആളുകളോട് നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ വാപ്പാനോടും ഉമ്മാനോടും സംസാരിച്ചോളാം. അതൊരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. ദീന് കുട്ടികളെ മനസ്സിൽ കയറുമ്പോൾ പിന്നെ പഠിക്കണം എന്നല്ല ഉണ്ടാകുക, പിടിച്ചു നിൽക്കണം എന്നുണ്ടാകുക. നമ്മളൊക്കെ ഫാമിലിനൊക്കെ വിളിച്ച് പല കുട്ടികളും ഇങ്ങനത്തെ വിഷയം ഷെയർ ചെയ്യലുണ്ട്. നിങ്ങൾ ഉപ്പാനോട് പറയണം, എൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിഷയം ഒന്ന് പറയണം എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ഫാമിലികൾ തിരിച്ചറിഞ്ഞ് കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്, ഒരു കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങനെ പഠിക്കട്ടെ, കുട്ടിക്ക് ചോറ് വേണം, അത് കുട്ടീൻ്റെ ആവശ്യമാണ്. ദാഹം അതേപോലത്തെ ഒരു വിഷയം അത്. ഇതേപോലെ ആൺകുട്ടികൾക്ക് അവന് ജോലിയൊക്കെ റെഡി ആട്ടെ, അവനിപ്പോൾ ജോലിയൊക്കെ ഉണ്ട്, ഇനി ഗവൺമെന്റ് ജോലി കിട്ടട്ടെ, PSC പരീക്ഷ നടത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവന് വന്നിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആൺകുട്ടികളുടെ കല്യാണക്കാര്യത്തിൽ മിക്കവാറും ആർക്കും ടെൻഷനൊന്നും ഉണ്ടാവില്ല അല്ലേ. ആൺകുട്ടികളുടെ കല്യാണക്കാര്യത്തിൽ ആർക്കും പറ്റണതൊക്കെ വേഗം കെട്ടിച്ചെടുക്കുക. എന്നാൽ ഒരു പ്രായവും പക്വതൊക്കെ ആയി അവൻ അതിൻ്റെ ഒരു മാനസികാവസ്ഥയ്ക്കും അതിൻ്റെ ഒരു സെലക്ഷൻ്റെ അവസ്ഥയ്ക്കൊന്നും എത്താത്ത പശ്ചാത്തലത്തിൽ പിടിച്ചുകൊണ്ട് പേടിച്ചിട്ട് നമ്മൾ കെട്ടിക്കും വേണ്ട. അവനെ വേഗം പിടിച്ച് കെട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവൻ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ 25-26 വയസ്സാകുമ്പോൾ ഇവളല്ലായിരുന്നു എനിക്ക് വേണ്ടത് എന്ന് ചിന്തിക്കണേ ഒരു കണ്ടീഷൻ ഉണ്ടായിക്കൂടാ. അതൊക്കെ നല്ല ഇന്റർവ്യൂ അപ്പ നടത്തണം, ഉമ്മ നടത്തണം. എന്താ ഇപ്പം എൻ്റെ കാഴ്ചപ്പാട്, അതിലൊന്നും മടിക്കേണ്ട ഒരു കാര്യമല്ല. ഇപ്പാനോട് തുറന്നു പറഞ്ഞൊരു പ്രശ്നമല്ല. എന്താ ഇപ്പം എൻ്റെ ഇത് എങ്ങനെ പോകാൻ ആലോചിക്കണേ. അങ്ങനത്തെ ഒരു കോൺവെർസേഷന്റെ അന്തരീക്ഷം ഉണ്ട്. ഒക്കെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ കല്യാണം വെറുതെ ഇങ്ങനെ കളിയാക്കുക, വീട്ടിൽ അന്നെ കെട്ടിക്കും ഇതാക്കും, അതൊക്കെ ഒരു പ്രായത്തിലൊക്കെ പറയും. വേറൊരു പോയിന്റ് കൂടി ഞാൻ പറയണേ, കുട്ടിന്റെ മനസ്സറിയാതെ നമ്മൾ വർത്താനം പറയരുത്. ചിലപ്പോൾ ഒരു നല്ല കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ടാവും, അത് എനിക്കാണ്, എന്നിട്ട് കുട്ടി ഇങ്ങനെ കരയാൻ കണ്ടിട്ട് നമ്മളിങ്ങനെ എളിക്കുക, അടിച്ചിട്ട് അവൻ്റെ ഊരൊടിക്കണം എന്നാണ് ഞാൻ പറയണത്. എന്താ വിഷയം, കുട്ടിന്റെ മനസ്സിനെയാണ് ദ്രോഹിക്കണേ. എന്തിനാ കരയണേ? എന്നിട്ട് അതിങ്ങനെ പറഞ്ഞിട്ട് കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞിട്ട് കുട്ടീനെ എങ്ങനെ റെഡിയാക്കുക. കുട്ടിക്ക് ഇഷ്ടമല്ലാത്തത് തോന്നുന്ന ആദ്യത്തെ നിമിഷം നമ്മൾ പിൻവലിക്കണം. ചിലപ്പോൾ നമ്മൾ പറഞ്ഞോളും ചിലതൊക്കെ, അപ്പൊ അവളെ മുഖത്തുനിന്ന് ആണ് പെട്ടെന്ന് അത് പിൻവലിച്ചാളണം. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഇതിൽ വേണ്ടത്. പ്രണയം അതിന് കണ്ണും കാതുമില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. കണ്ണും കാതുമില്ല, അത് മഹാദുരന്തമായി നമുക്ക് ചുറ്റും വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. കാരണങ്ങൾ ഇവിടെ സഹദ് സാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കുട്ടികളോട് നമ്മൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുടെ സാധ്യതയെ നമ്മൾ കാണണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇത്തിരി സമയം ഏറെടുത്തോ എന്ന് എനിക്ക് തോന്നുന്നു. ഏതാണെങ്കിലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിലുടനീളം ഈ കർമ്മമാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.